Good morning, dear students. Good morning. Okay, are you fine? Okay, എല്ലാവരും പഠിക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണോ? ഇനി നമുക്ക് കുറച്ച് സോഷ്യൽ സ്റ്റഡീസ് പഠിച്ചാലോ? എല്ലാവരും റെഡി അല്ലേ? ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ എല്ലാവരും? ഓക്കെ, ഇപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഹിസ്റ്ററി പാർട്ടിലെ 4th ചാപ്റ്റർ ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ദ ഫസ്റ്റ് സിറ്റീസ് ഓഫ് ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്, അതായത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഫസ്റ്റ് സിറ്റീസിനെ കുറിച്ചാണ് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യാൻ പോകുന്നത്, നഗരങ്ങളെ കുറിച്ച്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ ഹിസ്റ്ററി പാർട്ടിലെ പേജ് നമ്പർ 25 എടുത്തോ എല്ലാവരും? ഇത് ടെക്സ്റ്റ് വായിക്കാം, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ശ്രദ്ധിച്ചേ. Man's lifestyle changed significantly after he learned to use metals. അതായത് നമ്മൾ നിയോലിത്തിക് ഏജും പാലിയോലിത്തിക് ഏജും ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അപ്പൊ നമ്മൾ അന്ന് പഠിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അവര് നമ്മുടെ സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആദ്യം അതല്ലായിരുന്നു, പിന്നെ അതിലേക്ക് മാറി ഇല്ലേ? പിന്നെ ടൂൾസ് തന്നെ പല രീതിയിലായിരുന്നു നിർമ്മിക്കാൻ തുടങ്ങി. ഷേപ്ഡ് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി, കോഡ് ടൂൾസ് ഉണ്ടാക്കാൻ തുടങ്ങി. അത് വെച്ചിട്ട് പിന്നെ എന്താണ്, അവർ തീ കണ്ടുപിടിച്ചു, ചക്രം കണ്ടുപിടിച്ചു, അങ്ങനെ അങ്ങനെ ഓരോ രീതിയിൽ മനുഷ്യൻ പുരോഗമിച്ചുകൊണ്ടിരുന്നു അല്ലേ? ഓരോരോ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈല് മാറി മാറി വന്നു. അതുപോലെ മനുഷ്യൻ മെറ്റൽസ് ഉപയോഗിക്കാൻ തുടങ്ങി അല്ലേ? ലോഹങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എന്താണ്, മനുഷ്യന്റെ ലൈഫ് സ്റ്റൈല് വീണ്ടും കുറെ ചേഞ്ചസ് വന്നു. While baking clay pots in hot furnaces, man discovered that metal is produced when the ore present in clay metals. ഇപ്പൊ എന്താണ് ഈ നമ്മൾ പറഞ്ഞു മൺപാത്രം ഉണ്ടാക്കുന്ന കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ? ആ ചൂടുള്ള ചൂളകളിലെ മൺപാത്രങ്ങൾ ഇങ്ങനെ ചൂടാക്കുമ്പോൾ ഇപ്പൊ എന്താ, കളിമണ്ണിൽ അടങ്ങിയിരിക്കുന്ന ഇല്ലേ അയിരുരുകി എന്താണ് ഒരു ലോഹം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് മനുഷ്യൻ തിരിച്ചറിഞ്ഞു. കോപ്പർ വാസ് ദ ഫസ്റ്റ് മെറ്റൽ ടു ബി യൂസ്ഡ് ബൈ മാൻ. അങ്ങനെ മനുഷ്യൻ യൂസ് ചെയ്ത ഫസ്റ്റ് മെറ്റൽ ആണ് എന്തെന്ന് പറയുന്നത് കോപ്പർ. ചെമ്പായിരുന്നു മനുഷ്യൻ ആദ്യമായിട്ട് ഉപയോഗിച്ച ലോഹം എന്ന് പറയുന്നത് കോപ്പർ. ഓക്കെ, the period during which man used both copper and stone tool is called the Chalcolithic age. ഇപ്പൊ എന്താണ്, അങ്ങനെ മനുഷ്യൻ ഈ നമ്മുടെ കോപ്പർ കൊണ്ടുള്ള ടൂൾസും സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസും യൂസ് ചെയ്ത കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാൽക്കോലിത്തിക് ഏജ്. എന്താണ് ചാൽക്കോലിത്തിക് ഏജ്? CHALCO ചാൽക്കോലിത്തിക് ഏജ്. LIPHICAG ചാൽക്കോലിത്തിക് ഏജ്. അപ്പം മനുഷ്യൻ സ്റ്റോൺ കൊണ്ടുള്ള ടൂൾസും എന്താണ് കോപ്പർ കൊണ്ടുള്ള ടൂൾസും യൂസ് ചെയ്യാൻ തുടങ്ങിയ ആ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ചാൽക്കോലിത്തിക് ഏജ്. അതിലെ ചാൽക്കോ മീൻസ് എന്താണ്? കോപ്പർ. ചാൽക്കോ എന്ന് വെച്ചാൽ അർത്ഥം കോപ്പർ, ചെമ്പെന്നാണ്. ഓക്കെ, അപ്പൊ അതിനെ നമ്മൾ കോപ്പർ സ്റ്റോൺ ഏജ് എന്നും വിളിക്കുന്നത്. ചാൽക്കോലിത്തിക് ഏജ് ഓർ കോപ്പർ സ്റ്റോൺ ഏജ് ഇല്ലേ? എന്താണ് ചെമ്പ് ശിലായുഗം നമ്മൾ അതിനെ വിളിക്കുന്നു. ഓക്കെ, നോക്കിക്കേ. It marks the transition from the stone age to the age of metals. അത് നമ്മൾ എന്താ കാണിക്കുന്നത്? ആ ഒരു ട്രാൻസിഷൻ, അതായത് സ്റ്റോൺ ഏജിൽ നിന്നും നമ്മുടെ ഈ ഒരു മെറ്റൽ ഏജിലേക്ക് അല്ലേ? മെറ്റൽ ഏജിലേക്ക്, അതായത് ലോഹയുഗത്തിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, മാറ്റമാണ് അത് കാണിക്കുന്നത്. In due course, various ores were melted and new metals like zinc and tin were discovered. അപ്പൊ എന്താണ്, വേറെ പല ലോഹങ്ങളും അല്ലേ മെറ്റൽസ് ഒഴുകി നമുക്ക് എന്താണ് വേറെ പലതരത്തിലായി അതിന്റെ അയിരുകളിൽ നിന്ന് നമുക്ക് പുതിയ ലോഹങ്ങൾ ഉണ്ടാക്കാന്നുള്ള കാര്യം മനുഷ്യൻ കണ്ടെത്തി. അങ്ങനെ സിങ്കും ടിന്നും പോലുള്ള ലോഹങ്ങളൊക്കെ അവര് കണ്ടെത്തി. Okay, the Bronze Age began when man invented bronze by mixing in tin and copper. അപ്പം ബ്രോൺസ് ഏജ് എന്താണ്? വെങ്കലയുഗം. ബ്രോൺസ് ഏജ് വെങ്കലയുഗം. അപ്പൊ വെങ്കലയുഗം സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? മനുഷ്യൻ ടിന്നും കോപ്പറും, ടിൻ കോപ്പർ രണ്ട് ലോഹങ്ങളാണ് അല്ലേ? ചെമ്പും ടിന്നും ഉപയോഗിച്ച് മനുഷ്യൻ എന്ത് ചെയ്തു? നമ്മുടെ ബ്രോൺസ് വെങ്കലം കണ്ടുപിടിച്ചതോട് കൂടിയാണ് വെങ്കലയുഗത്തിന് തുടക്കം കുറിച്ചത്. ഓക്കെ, ബ്രോൺസ് ഈസ് ഹാർഡർ ദാൻ കോപ്പർ. കോപ്പറിനേക്കാളും കാഠിന്യം കൂടിയതാണ് വെങ്കലം. ചെമ്പിനേക്കാളും കാഠിന്യം കൂടിയതാണ് വെങ്കലം. Bronze tool made the clearing of forest, the ploughing of field and the digging of canal easier. അപ്പോൾ നമുക്ക് ഈ വെങ്കല ഉപകരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഫോറസ്റ്റ് കാടുകളൊക്കെ വെട്ടിത്തെളിക്കാം, നിലം നല്ല രീതിയിൽ ഉഴാം, അതുപോലെ തന്നെ എന്താണ് നമുക്ക് ഈ കനാലൊക്കെ കുഴിക്കാനും ഒക്കെ വളരെ എളുപ്പമായിരുന്നു.
വില്ലേജ് സെറ്റിൽമെന്റ് along river banks now become ranger. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ വെങ്കല ഉപകരണങ്ങൾ കണ്ടുപിടിച്ചു, ഫോറസ്റ്റ് ഒക്കെ വെട്ടിത്തെളിക്കാൻ തുടങ്ങി, ഇല്ലേ, നിലവിടാനൊക്കെ എളുപ്പമായിട്ട് വന്നു. അപ്പോഴത്തേക്ക് എന്താ, നദീതീരത്തുള്ള എന്താണ് നമ്മുടെ ആ ഒരു ഗ്രാമവാസ കേന്ദ്രങ്ങൾ വലുതായി വന്നു. ഓക്കെ, അഗ്രികൾച്ചർ ഇംപ്രൂവ്ഡ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് സർപ്ലസ് ക്രോപ്സ് were produced. അപ്പം ഈ നല്ല രീതിയിൽ ഉപകരണങ്ങൾ കണ്ടുപിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും കൃഷി നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുകയും മിച്ച വിളകൾ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുകയും ചെയ്തു. It was no longer necessary for everyone to grow food, and some people could now spend all their time manufacturing goods to meet various other needs. ഇപ്പൊ എന്താണ്, എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? എല്ലാ ആൾക്കാരും ഇങ്ങനെ ഫുഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാല് ബാക്കിയുള്ള അവരുടെ ആവശ്യങ്ങൾക്ക് സാറ്റിസ്ഫൈ ചെയ്യണ്ടേ? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണമല്ലോ. അങ്ങനെ കുറച്ച് ആൾക്കാർ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെടുകയും ബാക്കിയുള്ള ആൾക്കാർ വേറെ കുറെ ജോലികളിലോട്ട് പോകാനും തുടങ്ങി. ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യാനും അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഗുഡ്സ് ഒക്കെ മാനുഫാക്ചർ ചെയ്യാൻ അവർ തുടങ്ങി. This gave rise to a variety of occupations such as pot making, weaving, brick making, tool making, etc. ഇപ്പൊ എന്താണ്, അങ്ങനെ ആളുകൾ പല രീതിയിലുള്ള ജോലിയിലോട്ട് തിരിയാൻ തുടങ്ങി. കുറച്ച് ആളുകൾ ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കുറച്ച് ആളുകൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുന്നു, കുറച്ച് ആളുകൾ പോട്ട് മേക്കിംഗ്, ഇല്ലേ, പാത്ര നിർമ്മാണത്തിൽ ഏർപ്പെട്ടു, ചിലർ ബ്രിക്ക് മേക്കിംഗ്, കട്ടകൾ ഉണ്ടാക്കുന്ന രീതി, അല്ലെങ്കിൽ ചിലർ പലതരത്തിലുള്ള ടൂൾസ് നിർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ പല ആൾക്കാർ പല ജോലിയിൽ ഏർപ്പെടാൻ തുടങ്ങി. The exchange of goods led to the growth of trade and trade centers. അപ്പോൾ ഇങ്ങനെ ഗുഡ് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ നമ്മള് ഫുഡാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ആ സർപ്ലസ് ഫുഡ് നമുക്ക് എടുത്തിട്ട് ബാക്കി വരുന്ന ഫുഡ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങി, ഇല്ലേ, ബാക്കിയുള്ളവർക്ക് കൊടുക്കുമ്പോൾ അവരുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള വേറെ സാധനങ്ങളുണ്ടെങ്കിൽ അവര് പകരം തരാൻ തുടങ്ങി. അങ്ങനെ ഗുഡ്സ് എക്സ്ചേഞ്ച് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി ട്രേഡും വ്യാപാര കേന്ദ്രങ്ങളും വർദ്ധിച്ചു വന്നു. The trade centers where a large number of people settled developed into cities. അപ്പോൾ ധാരാളം ആളുകൾ താമസിച്ചിരുന്ന വ്യാപാര കേന്ദ്രങ്ങൾ നഗരങ്ങളായിട്ട് വികസിച്ചു വരാൻ തുടങ്ങി. ഓക്കെ, അടുത്തത് സിറ്റി ലൈഫ്, നഗര ജീവിതത്തെ കുറിച്ച്. A city covers a larger area than a village and has a larger population. നമുക്കറിയാം, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളെക്കാൾ വളരെ വലിയ ഭൂപ്രദേശമാണ് നമ്മുടെ നഗരങ്ങളിലെ. ഗ്രാമത്തേക്കാൾ വളരെ പ്രദേശം ഉൾക്കൊള്ളുന്ന സ്ഥലങ്ങളാണ് നഗരങ്ങൾ, സിറ്റി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വില്ലേജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സിറ്റീസിൽ പോപ്പുലേഷൻ കൂടുതലായിരിക്കും, ജനസംഖ്യയും കൂടുതലായിരിക്കും. വില്ലേജ് ലൈഫ് ഈസ് സിമ്പിൾ ബിക്കോസ് വില്ലേജ് പീപ്പിൾ ഹാവ് സിമിലർ നീഡ്സ് ആൻഡ് സിമിലർ ഓക്യുപ്പേഷൻസ്. ഇപ്പൊ വില്ലേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, നമുക്കറിയാം. കാരണം അവിടുത്തെ ആളുകൾക്ക് ആവശ്യങ്ങളും കുറവാണ്, അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളെല്ലാം ഓക്യുപ്പേഷൻ എല്ലാം എന്താണ്, ഏകദേശം സിമിലർ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവരുടെ വില്ലേജ് ലൈഫ് എന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. In contrast, city life is more complex as city people have many different activities and hence a wide range of needs and occupations. അപ്പോൾ എന്താണ് വെച്ചാൽ സിറ്റി ലൈഫ് എന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആണ്. അവിടെ പലതരത്തിലുള്ള ആളുകൾ എന്താണ്, അവരുടെ ആവശ്യങ്ങൾ വേറെ വേറെയാണ്, അവരെല്ലാം ചെയ്യുന്നത് പലതരത്തിലുള്ള ജോലിയും അവരുടെ ഓക്യുപ്പേഷനും ഇല്ല, എല്ലാം എന്തായിരിക്കും, ഡിഫറെന്റ് ആയിരിക്കും. City life require administrative bodies, language and script and forms of organized worship and cultural expression. അപ്പോൾ സിറ്റി ലൈഫിൽ എന്തൊക്കെ വേണം, ഒരു ഓർഗനൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി വേണം, അവർക്ക് ലാംഗ്വേജ്, അവരുടേതായ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, അവരുടേതായ എന്താണ് ഓർഗനൈസ്ഡ് വർഷിപ്പ്, കൾച്ചറൽ എക്സ്പ്രഷൻ, ഇതെല്ലാം അവരുടേതായിട്ടുള്ള അവർക്ക് ആവശ്യമുണ്ട്. The sum total of such aspect of organized life in a society is called civilization. അല്ലേ, നാഗരികത. എന്താണ്, ഒരു സമൂഹത്തിലെ ഈ എന്താണ് സന്തുലിതമായ, അല്ലെങ്കിൽ ഈ ഒരു സന്തുലിതമായ ജീവിതത്തിന്റെ അത്തരം വശങ്ങളെ നമ്മൾ ഈ പറഞ്ഞ എന്താണ്, നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി, അല്ലെങ്കിൽ കൾച്ചറൽ എന്താ നമ്മുടെ എക്സ്പ്രഷൻ, അപ്പൊ ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു സമൂഹത്തിലെ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സന്തുലിത ജീവിതത്തിന്റെ ഈ ഇത്തരം എല്ലാ നമ്മൾ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിന്റെ ആകെ തുകയാണ് നമ്മുടെ സിവിലൈസേഷൻ, നാഗരികത എന്ന് പറയുന്നത്. ഓക്കെ, റൈസ് ഓഫ് സിറ്റീസ് ഇൻ ദ ബ്രോൺസ് ഏജ് ദാറ്റ് അപ്പിയർഡ് ഇൻ ദ ഡോൺ ഓഫ് സിവിലൈസേഷൻ. അപ്പൊ എന്താണ് ഈ ബ്രോൺസ് ഏജ്, വെങ്കലയുഗത്തിൽ ഇങ്ങനെ സിറ്റീസിന്റെ ആ ഒരു ഉയർച്ച, അല്ലെ, നഗരങ്ങളുടെ ആ ഉയർച്ച നാഗരികതയിലേക്ക് വഴിതെളിച്ചു. The earliest cities of the Indian subcontinent came up in the northwest in the region drained by the river Indus and its tributaries. About 4,500 years ago, a great civilization flourished in this
region. ഇപ്പൊ എന്താണ് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യകാല നഗരങ്ങളെല്ലാം എവിടെയായിരുന്നു? വടക്ക് പടിഞ്ഞാറ്, അതുപോലെ തന്നെ സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദിയുടെയും ഒഴുകുന്ന പ്രദേശത്തുമായിരുന്നു ഉയർന്നു വന്നത്. ഇന്ത്യയിലെ അല്ലെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യകാല നഗരങ്ങൾ എവിടെയാണ് ഉയർന്നു വന്നത്? നമ്മുടെ വടക്ക് പടിഞ്ഞാറ്, അതുപോലെ തന്നെ സിന്ധു നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും ഒഴുകുള്ള പ്രദേശത്തായിരുന്നു പുതിയ പുതിയ നഗരങ്ങൾ ഉയർന്നു വന്നത്. പിന്നെന്താണ്? About 4500 years ago a great civilization flourished in this region. അതായത് ഏകദേശം അല്ലേ 4500 വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്ത് ഒരു മഹത്തായ നാഗരികത ഉയർന്നു വന്നു. ഫ്ലറിഷ്ഡ് ആയി എന്ന് വെച്ചാൽ എന്താ? ഉയർന്നു വന്നു അല്ലെങ്കിൽ വളർന്നു വന്നു. പിന്നെ നമ്മൾ നോക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ അല്ലേ, സിന്ധു നദീതട സംസ്കാരം. അപ്പൊ ഇനി നമ്മൾ നോക്കുന്നത് ഇൻഡസ് വാലി സിവിലൈസേഷൻ. എന്താണ്? സിന്ധു നദീതട സംസ്കാരത്തെ കുറിച്ചാണ്. ഓക്കെ, ഇൻഡസ് വാലി സിവിലൈസേഷൻ. Indus Valley civilization. Till the early 20th century, historians were unaware of the Bronze Age cities of the Indus Valley. അപ്പോൾ നമ്മുടെ വെങ്കൽ യുഗത്തിൽ നമ്മുടെ ഇവിടെ ഇൻഡസ് വാലിയിലുള്ള അല്ലെ സിന്ധു നദീതടത്തിലുള്ള സിറ്റീസിനെ കുറിച്ച് നമ്മുടെ ഹിസ്റ്റോറിയൻസ് 20ാം നൂറ്റാണ്ടിന്റെ ആ ഒരു ആരംഭം അല്ലെ അല്ലെങ്കിൽ ആ ഒരു ആരംഭത്തിൽ ഈ ഹിസ്റ്റോറിയൻസിന് ചരിത്രകാരന്മാർക്ക് ഈ പുതിയ സിറ്റീസിനെ കുറിച്ച് ഒരു അറിവുമില്ലായിരുന്നു. അവര് അവബോധരായിരുന്നു അല്ലേ. After these cities were abandoned by people, much settled on them over hundreds of years, forming muds. എന്താണ് ഇങ്ങനെ ആളുകൾ ആ സ്ഥലം ഉപേക്ഷിച്ചതിന് ശേഷം ഇങ്ങനെ നൂറുകണക്കിന് വർഷങ്ങളായിട്ടാൽ എന്താണ് ചെളി അടിഞ്ഞുകൂടി ആ പ്രദേശം സിറ്റി എല്ലാം എന്താണ് ഒരു കുന്നുപോലെ രൂപം കൊണ്ടു. In the 1920s, archaeologists began to excavate the mounds of Harappa, now in Pakistan, on the banks of the river Ravi in Punjab, and Mohenjo-daro, meaning Mound of the Dead, in Sikh, also in Pakistan. Many more sites were excavated later. 1920 നമ്മുടെ ആർക്കിയോളജിസ്റ്റ് എന്ത് ചെയ്തു? ഈ സ്ഥലങ്ങളെല്ലാം ഖനനം ചെയ്യാൻ തുടങ്ങി. അതായത് നമ്മുടെ പാകിസ്ഥാനിലെ ഹാരപ്പൻ കുന്നുകൾ, അതുപോലെ തന്നെ നമ്മുടെ പഞ്ചാബിന്റെ തീരത്തുള്ള രവി നദിയുടെ ആ തീരപ്രദേശങ്ങള് അല്ലേ, അതുപോലെ മോഹൻജദാരോ, അതിന്റെ അർത്ഥം എന്താ? മോഹൻജദാരോ മീനിങ് മൗണ്ട് ഓഫ് ദ ഡെഡ് അല്ലേ, മരിച്ചവരുടെ കുന്നുകൾ. ആ സ്ഥലം സിന്ധ്, നമ്മളെ സിന്ധിലുള്ള ഈ മോഹൻജദാരോ, അതും പാകിസ്ഥാനിലാണ്. ഈ സ്ഥലങ്ങളെല്ലാം എക്സാവേറ്റ് ചെയ്യാൻ തുടങ്ങി, ഖനനം ചെയ്യാൻ തുടങ്ങി. മെനി മോർ സൈറ്റ്സ് വെയർ എക്സാവേറ്റഡ് ലേറ്റർ. അപ്പൊ ഈ സ്ഥലങ്ങളൊക്കെ ഖനനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ കുറെ പുതിയ പുതിയ സൈറ്റ്സുകൾ കണ്ടെത്തിക്കൊണ്ടിരുന്നു. Among the sites excavated in India are Rubar in Punjab, Banawali in Haryana, Kalibangan in Rajasthan, and Lodhal, Ragpur, Dholavira and Roji in എവിടാണ്? ഗുജറാത്ത്. അപ്പൊ ഈ സ്ഥലങ്ങളെല്ലാം ഇങ്ങനെ കണ്ടെത്തിയ സ്ഥലങ്ങളാണ്. ഏതൊക്കെയാണ്? നമ്മുടെ പഞ്ചാബിലെ റൂബർ, ബനാവലി ഹരിയാനയിലെ ബനാവലി, കാലിബഗൻ രാജസ്ഥാനിലെ കാലിബഗൻ, ലോത്തൽ ഇല്ലേ, അതുപോലെ തന്നെ റാംപൂർ, ധോലവീര ആൻഡ് റോസ്നി ഗുജറാത്ത്. ഈ സ്ഥലങ്ങളെല്ലാം ഇതേപോലെ എക്സാവേറ്റ് ചെയ്തെടുത്തിട്ടുള്ള സ്ഥലങ്ങളാണ്. Since the remains found at all these sites are very similar to those found at Harappa and Mohenjo-daro, they are believed to belong to one single civilization, the Indus Valley civilization or Harappan civilization. അപ്പോൾ എന്താണ് ഈ ഹാരപ്പയെന്നായാലും മോഹൻജദാരോയെന്നായാലും എല്ലാം കിട്ടിയിട്ടുള്ള നമ്മുടെ റിമൈൻസ് അവശിഷ്ടങ്ങൾ വെച്ച് നോക്കാമെങ്കിൽ ഏകദേശം രണ്ടിടത്തും എല്ലാം സിമിലർ ആയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർ എന്ത് വിശ്വസിക്കുന്നു ഇല്ലേ, ഒരു സിംഗിൾ സിവിലൈസേഷനേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു സിംഗിൾ സിവിലൈസേഷനേ ഉണ്ടായിരുന്നു, നാഗരികതയെ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ നമ്മൾ ഇൻഡസ് വാലി സിവിലൈസേഷൻ, സിന്ധു നദീതട സംസ്കാരം അല്ലെങ്കിലോ ഹാരപ്പൻ സിവിലൈസേഷൻ, ഹാരപ്പൻ നാഗരികത നമ്മൾ അതിനെ വിളിക്കുന്നു. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അവരുടെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സിനെ കുറിച്ച് ഇല്ലേ, അന്നത്തെ കാലത്ത് വാസ്തുവിദ്യാ സവിശേഷതകളെ കുറിച്ചാണ് നമ്മൾ ഇനി നോക്കുന്നത്. അതിൽ പറയുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ നോക്കിയ പ്ലാൻഡ് സിറ്റീസ് ആണ് ആദ്യം ഉള്ളത്. അതായത് ദ ഹാരപ്പൻ സിവിലൈസേഷൻ ഹാഡ് വെൽ പ്ലാൻഡ് സിറ്റീസ്. ഈ ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയായിരുന്നു? വെൽ പ്ലാൻഡ് സിറ്റീസ് ആണ്. അവിടെ സിറ്റീസ് എല്ലാം വെൽ പ്ലാൻ ആയിട്ട് ഇല്ലേ, എന്താ അവര് നല്ല പ്ലാനിങ്ങോട് കൂടി ചെയ്തിട്ടുള്ളവയായിരുന്നു. This was first proved by the excavation at Mohenjo-daro and Harappa. അപ്പോൾ ഇത് ആദ്യമായിട്ട് തെളിയിച്ചത് നമ്മൾ മോഹൻജദാരോയിലും ഹാരപ്പയിലും ഈ ഖനനം ചെയ്തപ്പോഴാണ്. അതിനുള്ള തെളിവ് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയത്. These two cities can be divided broadly into
2 parts. അപ്പോൾ ഈ ഹാരപ്പ മോഹൻജദാരോ എന്ന് പറയുന്ന ആ രണ്ട് സിറ്റീസിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സിറ്റീസിനെ ഹാരപ്പ മോഹൻജദാരോ എന്ന് പറയുന്ന ആ രണ്ട് സിറ്റീസിനെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ സിറ്റഡൽ ആൻഡ് ദ ലോവർ ടൗൺ. ഏതൊക്കെയാണ് രണ്ട് പാർട്സ്? ഏതൊക്കെയാണ്? ദ സിറ്റഡൽ and the lower town. അപ്പോൾ നമ്മൾ പറഞ്ഞു മോഹൻജദാരോ ഹാരപ്പ തുടങ്ങിയ സിറ്റീസിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ സിറ്റഡൽ ആൻഡ് ദ ലോവർ ടൗൺ. അപ്പോൾ നമുക്കിനി എന്താണ് സിറ്റഡൽ എന്ന് നോക്കാം. ഓക്കേ, ദ സിറ്റീസ് ഹാഡ് എ റേസ്ഡ് പാർട്ട് കാൾഡ് ദ സിറ്റഡൽ. അപ്പോൾ എന്താണ് ഈ സിറ്റികൾക്കിലെ നഗരങ്ങൾക്ക് എന്താണ് ഒരു ഉയർന്ന ഭാഗം ഉണ്ടായിരുന്നു. എല്ലാ നഗരങ്ങൾക്കും അന്നത്തെ നഗരങ്ങൾക്ക് ഒരു ഉയർന്ന ഭാഗം ഉണ്ടായിരുന്നു. ആ ഉയർന്ന ഭാഗത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? സിറ്റഡൽ അല്ലെങ്കിൽ കോട്ടകൾ എന്ന് വിളിക്കുന്നത്. ഇല്ലേ? എന്താ നമ്മുടെ സിറ്റീസിന് നഗരങ്ങൾക്ക് എല്ലാ ഒരു ഉയർന്ന ഭാഗം ഉണ്ടായിരുന്നു. അതിനെ നമ്മൾ സിറ്റഡൽ കോട്ട എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് ഹാരപ്പ മോഹൻജദാരോ തുടങ്ങിയ സിറ്റിയെ നമ്മൾ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ദ സിറ്റഡൽ എന്നും ലോവർ ടൗൺ എന്നും. സിറ്റഡൽ എന്ന് വെച്ചാൽ കോട്ട, അതായത് എല്ലാ നഗരങ്ങൾക്കും ഉയർന്ന ഒരു ഭാഗം കാണും. അതിനെയാണ് നമ്മൾ സിറ്റഡൽ കോട്ടകൾ എന്ന് വിളിക്കുന്നത്. The citadel had massive walls and its height provided protection against floods. ഈ സിറ്റഡൽ ഈ കോട്ടകൾക്കെല്ലാം വലിയ കൂറ്റൻ മതിലുകൾ കാണും. ഈ മതിലുകളുടെ ആ ഒരു പൊക്കമാണ് ഈ ഫ്ലഡിൽ നിന്നൊക്കെ അല്ലേ, വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ ആ ഒരു സ്ഥലത്തെ സിറ്റിയെ സംരക്ഷിക്കുന്നത് ചിലപ്പോൾ ആ വലിയ കൂറ്റൻ മതിലുകളായിരിക്കും. നമ്മൾ സിറ്റഡൽ കോട്ടകൾക്ക് ചുറ്റും ഒരു വലിയ കൂറ്റൻ മതിലുകളുണ്ട്. വെള്ളപ്പൊക്കത്തിൽ നിന്നൊക്കെ അവരെ സംരക്ഷിക്കുന്നത് ഈ ഒരു വാളായിരിക്കും. ഓക്കെ, നോക്കിക്കേ. ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സ് ലൈക്ക് പബ്ലിക് ബാത്ത്, ഗ്രാനറീസ് ആൻഡ് ദ ടൗൺ ഹാൾ വെയർ സിറ്റുവേറ്റഡ് ഇൻ ദ സിറ്റഡൽ. അപ്പോൾ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഘടകങ്ങളായ അല്ലെങ്കിൽ ഇമ്പോർട്ടന്റ് സ്ട്രക്ചേഴ്സ് ആയ പബ്ലിക് ബാത്ത്, ഗ്രാനറീസ്, അതുപോലെ തന്നെ ടൗൺ ഹാൾ, ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു സിറ്റഡൽ കോട്ടയിൽ ആയിരിക്കും. The Great Bath at Mohenjo-daro shows how good the Indus people were at engineering and planning. അപ്പോൾ നമ്മുടെ മോഹൻജദാരോയിലുള്ള ഗ്രേറ്റ് ബാത്ത് കാണിക്കുന്ന എന്താണെന്നറിയാമോ? അത് അവിടുത്തെ മോഹൻജദാരോയിലെ അന്നത്തെ ആളുകളുടെ ആ ഒരു പ്ലാനിങ്ങിനും എഞ്ചിനീയറിംഗിലും ഉള്ള അവരുടെ ആ ഒരു കഴിവാണ് ആ ഒരു ഗ്രേറ്റ് ബാത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. The inner walls were treated to prevent seepage. അതായത് ആ ഒരു എന്താണ് ആ ഒരു ചോർച്ചയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ അത് തടയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഇന്നർ വാൾ ആ ഒരു രീതിയിലാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സ്റ്റെയർസ് ഡിസെൻഡിങ് ഇൻടു ദ ബാത്ത് വെയർ യൂസ്ഡ് ഫോർ ക്ലീനിങ് ഇറ്റ്. അപ്പം അതിൽ കുറെ സ്റ്റെയർ ഉണ്ട്. ആ സ്റ്റെയർ അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്കത് ഉപയോഗിക്കാം. There were even changing rooms around the bath. അതിന് ചുറ്റും എന്താണ് ഡ്രസ്സ് മാറാനുള്ള റൂംസ് പോലും ഉണ്ടായിരുന്നു. അത്രയ്ക്കും അന്നത്തെ ആൾക്കാരുടെ മോഹൻജദാരോയിലുള്ള ആ ഒരു ആൾക്കാരുടെ എഞ്ചിനീയറിംഗിലും പ്ലാനിങ്ങിലുള്ള ഒരു കഴിവ് നമുക്ക് ഈ ഗ്രേറ്റ് ബാത്തിലൂടെ കാണാമായിരുന്നു. അടുത്ത നോക്കിക്കേ. ദ ഗ്രാനറി അറ്റ് മോഹൻജദാരോ വാസ് ദ ലാർജസ്റ്റ് ബിൽഡിംഗ് ഓഫ് ദ സിറ്റി. അപ്പൊ സിറ്റിയിലെ ആ നമ്മുടെ അവിടുത്തെ അല്ലെ ആ നഗരത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു മോഹൻജദാരോയിലെ ഒരു ഗ്രാനറി. കളപ്പുര എന്ന് പറയുന്നത് ആ സിറ്റിയിലെ ഏറ്റവും വലിയൊരു എന്തായിരുന്നു കെട്ടിടമായിരുന്നു. In Harappa there were as many as 6 granaries. ഹാരപ്പയില് അതുപോലുള്ള 6 granaries ഉണ്ടായിരുന്നു. Near these granaries there were circular brick platform meant for threshing grain. അപ്പോൾ എന്താണ് ഈ കളപ്പുരകൾക്ക് ചുറ്റുമായിട്ട് സമീപം അല്ലേ ധാന്യം മെതിക്കുന്നതിനുള്ള വൃത്താകൃതിയിലുള്ള ഇഷ്ടികകളുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ടായിരുന്നു. അത് കെട്ടിയിട്ടുണ്ടായിരുന്നു. Grain found in cracks on the threshing floor show that the Harappans grew wheat and barley. അപ്പോൾ ആ ഒരു എന്താണ് ആ ഒരു പ്ലാറ്റ്ഫോമിൽ ആ ഇടയ്ക്കില്ല ആ പ്ലാറ്റ്ഫോമിൽ കളത്തിലെ വില്ലുകൾക്കിടയിൽ ധാന്യങ്ങൾ കിടക്കുന്നതിന്റെ തെളിവ് നമ്മൾ എന്താ കാണിക്കുന്നത്? നമ്മുടെ ഹാരപ്പൻസ് വീറ്റും ബാർലിയും വളർത്തിയിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അത് കാണിക്കുന്നത്. മോഹൻജദാരോ also had a large hall which may have been used as an assembly hall, a prayer hall or for cultural shows. അപ്പോൾ മോഹൻജദാരോയില് എന്താണ് ഒരു വലിയ ഹാൾ ഉണ്ടായിരുന്നു. ആ ഹാൾ അവിടെ എന്തിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്തു? അത് അസംബ്ലി ഹാളായിട്ട് അവർ യൂസ് ചെയ്തു, പ്രെയർ ഹാളായിട്ടും കൾച്ചറൽ ഷോസിനുള്ളതായിട്ട് അവരത് യൂസ് ചെയ്തിരുന്നു. അപ്പൊ നമ്മൾ സിറ്റഡലിനെ കുറിച്ചാണ് പറഞ്ഞത്. സിറ്റഡൽ എന്ന് പറഞ്ഞാൽ സിറ്റീസിന്റെ ആ ഒരു ഉയർന്ന ഭാഗത്തെയാണ് നമ്മൾ സിറ്റഡൽ കോട്ട എന്ന് വിളിക്കുന്നത്. കോട്ടയ്ക്ക് എന്താണ്? കോട്ടയ്ക്ക് ചുറ്റും ഒരു വലിയ കൂറ്റൻ മതിൽ കാണും. അതായിരിക്കും വെള്ളപ്പൊക്കത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നത്.
അതുപോലെ തന്നെ സിറ്റഡൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സ് ആയ എന്താ പബ്ലിക് ബാത്ത് ആയാലും ഗ്രാനറീസ് ആയാലും ടൗൺ ഹാൾ ആയാലും എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ സിറ്റഡൽ കോട്ടയിൽ ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഗ്രേറ്റ് ബാത്തിന്റെ കാര്യം അല്ലേ, മോഹൻജദാരോയിലെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ മോഹൻജദാരോയിലെ ആളുകളുടെ ആ ഒരു പ്ലാനിങ്ങിന്റെയും എഞ്ചിനീയറിംഗിന്റെയും കഴിവ് കാണിക്കുന്ന ഒന്നായിരുന്നു ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ അടുത്ത് നോക്കുന്നത് എന്താണ് ലോവർ ടൗൺ. ഓക്കെ, നോക്കിക്കേ. Outside the citadel was the lower town inhabited by merchants, craftsmen and laborers. അപ്പോൾ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവര്, തൊഴിലാളികള്, അതുപോലെ തന്നെ വ്യാപാരികള്, ഇവരെല്ലാം താമസിക്കുന്ന അല്ലേ, ഇവരെല്ലാം കാണപ്പെടുന്ന ആ കോട്ടയ്ക്ക് പുറത്തുള്ള ആ ഒരു താഴ്ന്ന സ്ഥലത്തെയാണ് നമ്മൾ ലോവർ ടൗൺ എന്നുള്ളത്. കോട്ടയ്ക്ക് അല്ലെ ഔട്ട്സൈഡ്, കോട്ടയ്ക്ക് വെളിയിലായിട്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവര്, തൊഴിലാളികള്, വ്യാപാരികൾ ഇവരെല്ലാം താമസിക്കുന്ന ആ ഒരു താഴ്ന്ന ഭാഗത്തെയാണ് നമ്മൾ ലോവർ ടൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് മേ ഹാവ് ബീൻ ദ ബിസിയസ്റ്റ് പാർട്ട് ഓഫ് ദ സിറ്റി. ആ സിറ്റിയിലെ ഏറ്റവും തിരക്കേറിയ സ്ഥലമായിരിക്കും അതെന്ന് പറയുന്നത്. The main part of the lower town was divided into rectangular blocks by wide road cutting each other at right angles. അപ്പോൾ ആ ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ആ ഒരു ലോവർ ടൗണിന്റെ ഇല്ലേ മെയിൻ പാർട്ട് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെക്ടാങ്കുലർ ബ്ലോക്സിൽ ആ പാർട്ട് നമ്മൾ എന്താണ് രണ്ടായിട്ട് നമ്മൾ അതിനെ വിഭജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അല്ലേ ഓരോന്നിലും എന്താണ് റോഡ് ഉണ്ട്. ബൈ വൈഡ് റോഡ് കട്ടിങ് ഈച്ച് അതർ അറ്റ് റൈറ്റ് ആംഗിൾസ്. അതിന് രണ്ടിന്റെ റൈറ്റ് ആംഗിൾസിൽ രണ്ടിനെയും കട്ട് ചെയ്തുകൊണ്ട് ഒരു വൈഡ് റോഡും ഉണ്ട്. ഓക്കെ, നോക്കിക്കേ. ഹിയർ വൺ ക്യാൻ സീ ദ റിമൈൻസ് ഓഫ് ബ്രിക്ക് ഹൗസസ് and the drainage system. The cities probably had street light because remains of lamppost have been discovered along the roads. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് കിട്ടിയ അവശിഷ്ടങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം? അവിടെയുള്ള ഹൗസസ് ബ്രിക്സ് കൊണ്ട് നിർമ്മിച്ചാണ് നമുക്ക് മനസ്സിലാക്കാം. അതിനുള്ള തെളിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ റോഡിലെല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് നമുക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. റോഡിന്റെ എല്ലാം എന്താണ് അന്നത്തെ എന്താണ് നമ്മുടെ ആ ഒരു പോസ്റ്റ്, അതായത് ലാംപ് പോസ്റ്റ് നമുക്ക് അതിന്റെ അവശിഷ്ടങ്ങൾ നമുക്ക് ആ റോഡ് സൈഡിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അടുത്ത ഇനി ഹൗസസ്. ആ സമയത്ത് അവരുടെ വീടിന്റെ ആ ഒരു എങ്ങനെയായിരുന്നു അവരുടെ വീട്? ഇൻ ദ ലോവർ ടൗൺ ഹൗസസ് വേർ 1 or 2 സ്റ്റോർ ഹൈ. ഇപ്പൊ എന്താണ് ഒന്നോ രണ്ടോ നിലകളുള്ള വീടുകളായിരുന്നു അന്നത്തെ അവരുടെ ഹൗസ് എന്ന് പറയുന്നത്. They were made of baked bricks and were built along narrow straight line. അപ്പോൾ എന്താണ് ചെയ്തിരിക്കുന്നത്? ഇടനാഴിയിലൂടെ അല്ലെങ്കിൽ നേരായ പാതയിലൂടെ അല്ലേ പാതകളിലൂടെ നിർമ്മിച്ചിരുന്ന എന്താണ് ചൂടാക്കിയ കട്ടകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരുന്ന വീടുകളായിരുന്നു അന്നത്തേത്. എവറി ഹൗസ് ഹാസ് 2 or more rooms with small windows. എല്ലാം എന്താ ചെറിയ ജനലുകളോട് കൂടി 2 or അധികമോ മുറികളോട് കൂടിയ വീടുകളായിരുന്നു അല്ലേ എല്ലാ വീടുകളും. ബാത്റൂം, കിച്ചൺ ആൻഡ് കോർട്ട്യാർഡ്. അപ്പൊ എന്താണ് ഒരു ബാത്റൂം കാണും, ഒരു കിച്ചൺ കാണും, ഒരു കിച്ചൺ കാണും. ഓൾമോസ്റ്റ് എവറി ഹൗസ് ഹാഡ് വെൽ. മിക്കവാറും എല്ലാ വീടുകളിലും ഒരു കിണറും ഉണ്ടായിരിക്കും. അപ്പൊ അവരുടെ വീട് എങ്ങനെയായിരുന്നു? ചൂടാക്കിയ കട്ടകൾ കൊണ്ട് നിർമ്മിച്ച ചെറിയ ജനലോട് കൂടിയ 1 or 2 മുറികളോട് കൂടിയ വീടുകളായിരുന്നു. അത് ചിലപ്പോൾ 1 or 2 നിലകളായിരിക്കും ഇല്ലേ, നിലകളോട് കൂടിയ വീടുകളാണ്. അതുപോലെ എല്ലാ വീടിനും ഒരു ബാത്റൂം, ഒരു കിച്ചൺ, ഒരു മുറ്റം, ഒരു കോർട്ട്യാർഡ് കാണും. അതുപോലെ തന്നെ ഈ എല്ലാ മിക്ക വീടുകളിലും ഒരു കിണറും ഉണ്ടായിരിക്കും. ഇനി അവരുടെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയായിരുന്നു അന്നത്തെ സമയത്ത്? അവരുടെ ആ ഒരു കാലഘട്ടത്തിലെ ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെയായിരുന്നു? ദ ഹൗസസ് ഹാഡ് വെരി ഗുഡ് ഡ്രെയിനേജ് സിസ്റ്റം. അപ്പൊ അന്നത്തെ വീടുകൾക്ക് നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു. The kitchen and the bathroom had drain connected to the covered main drain running alongside the main road. അപ്പൊ എന്താണ് ബാത്റൂമിലെയും കിച്ചണിലെയും ആ ഡ്രെയിനേജ് സിസ്റ്റം നമ്മുടെ മെയിൻ റോഡിലോട്ട് പോകുന്ന ആ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ആയിട്ട് ഇവർ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ബാത്റൂമിലെയും കിച്ചണിലെയും അഴുക്കുകൾ എങ്ങോട്ട് പോകുന്നു? ആ റോഡ് സൈഡിലുള്ള ആ ഒരു മെയിൻ ഡ്രെയിനേജ് സിസ്റ്റത്തിലോട്ട് ചെന്ന് പൊക്കോളും. അപ്പൊ അങ്ങനെ അവർ ആ ഒരു രീതിയിൽ അവർ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. To allow periodic cleaning, covered drain had manholes from which steps led down to the bottom. എന്താണ് ഈ എല്ലാ നമുക്കത് വൃത്തിയാക്കണമല്ലോ, ഈ പീരിയോഡിക്കലി അത് ക്ലീൻ ചെയ്യാനായിട്ട് അതായത് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു ഹോള് മാൻഹോൾ ഉണ്ട്, അതുവഴി സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുവഴി ഇറങ്ങി അത് ക്ലീൻ ചെയ്യാം. അപ്പൊ നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റം ആയിരുന്നു അന്നത്തെ വീടുകളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് ഇതിന്റെ ബാക്കിയുണ്ട്. ഓക്യുപ്പേഷൻ ഓഫ് ദ പീപ്പിൾ ഉണ്ട്. ആ കാലഘട്ടത്തിൽ അവരുടെ അഡ്മിനിസ്ട്രേഷൻ, റിലീജിയസ് വർഷിപ്പ്, പിന്നെ ഗുജറാത്തിലെ ഹാരപ്പൻ സിറ്റീസ്. ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടെ പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാ പഠിച്ചത്? നമ്മൾ പഠിച്ചത് നമ്മുടെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ
സിറ്റീസിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ മനുഷ്യര് എന്താണ് മെറ്റൽ യൂസ് ചെയ്യാൻ തുടങ്ങിയതോടുകൂടി മനുഷ്യരുടെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങിയെന്ന് പറഞ്ഞു. പുതിയ പുതിയ മെറ്റൽസ് കണ്ടുപിടിച്ചു ഇല്ലേ. പിന്നെ വെങ്കലയുഗ സംസ്കാരത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അന്നത്തെ സിറ്റി ലൈഫ്, അതുപോലെ ഇൻഡസ് വാലി സിവിലൈസേഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഹരപ്പ, മോഹൻജദാരോ, ഇൻഡസ് വാലി സിവിലൈസേഷൻ ഒരൊറ്റ സിംഗിൾ സിവിലൈസേഷനേ ഉള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പൊ അന്നത്തെ ആർക്കിടെക്ചറൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. അതായത് മോഹൻജദാരോ, ഹാരപ്പ തുടങ്ങിയ സിറ്റീസിനെ നമ്മൾ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തു. ദ ലോവർ ടൗൺ എന്നും സിറ്റേഡൽ. സിറ്റേഡൽ എന്ന് വെച്ചാൽ കോട്ടകൾ അല്ലേ. സിറ്റിയുടെ ഉയർന്ന ഭാഗത്തെയാണ് നമ്മൾ സിറ്റേഡൽ കോട്ടകൾ എന്ന് വിളിച്ചത്. അതുപോലെ തന്നെ നമ്മൾ ലോവർ ടൗൺ പറഞ്ഞു അല്ലെ. കോട്ടയ്ക്ക് വെളിയിലുള്ള ക്രാഫ്റ്റ്മാൻ, അതായത് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവര്, ബിസിനസ്സുകാരന്മാർ, അതുപോലെ തന്നെ തൊഴിലാളികള്, ഇവരൊക്കെ താമസിക്കുന്ന സ്ഥലത്തെ ആ ഒരു എന്താണ് ഏറ്റവും ബിസിയസ്റ്റ് പാർട്ടാണ് നമ്മുടെ ലോവർ ടൗൺ എന്ന് പറയുന്നത്. പിന്നെ അന്നത്തെ അവരുടെ ഹൗസ് ഏത് രീതിയിലുള്ളതായിരുന്നു അല്ലേ. നമ്മളെ ചുട്ടെടുത്ത കട്ടകൾ കൊണ്ട് നിർമ്മിച്ച, ചൂടുള്ള കട്ടകൾ കൊണ്ട് നിർമ്മിച്ച 1-2 മുറികളോട് കൂടിയ ചെറിയ ജനാലകളോട് കൂടിയ വീടുകളായിരുന്നു അന്നത്തേത്. മിക്കവാറും എല്ലാ വീടുകളിലും കിണറുണ്ടാവും എന്ന് പറയുന്നത്. ഇന്ന് ഡ്രെയിനേജ് സിസ്റ്റം പറഞ്ഞു. അന്നത്തെ നല്ല രീതിയിലുള്ള ഡ്രെയിനേജ് സിസ്റ്റമാണ് ഓരോ വീടിനും. അപ്പൊ വീട്ടിലെ ആ ഡ്രെയിനേജ് സിസ്റ്റത്തെ അവർ റോഡിലുള്ള മെയിൻ ഡ്രെയിനേജ് സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഡ്രെയിനേജ് സിസ്റ്റത്തിൽ എന്താണ് പീരിയോഡിക്കലി ക്ലീൻ ചെയ്യാൻ വേണ്ടി അതിലൊരു മാൻഹോൾ ഉണ്ട്, അതിനകത്തൂടെ സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. അപ്പൊ ഇന്ന് ഇത്രയും പഠിച്ചതിനെ നോട്ട്സ് ടീച്ചർ വീഡിയോയുടെ കാർഡിൽ ഉൾപ്പെടുത്തിയേക്കാം. നിങ്ങൾ നോട്ട്സ് എഴുതണം, ടീച്ചറിന് സെൻഡ് ചെയ്യണം. അതുപോലെ സ്റ്റഡി ചെയ്യുന്ന വോയിസ് മെസ്സേജ് ടീച്ചറിന് സെൻഡ് ചെയ്ത് തരണം. ഓക്കെ. ഡെസിമൽ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് സ്റ്റഡി ചെയ്തുകൊണ്ടിരുന്നത്. ചാപ്റ്റർ 7 ഡെസിമൽസ്. അപ്പൊ ഡെസിമൽസിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു നിർത്തി? ഡെസിമൽ എന്താന്ന് പഠിച്ചു, ഡെസിമൽ ഫ്രാക്ഷൻ എന്താന്ന് പഠിച്ചു ഇല്ലേ. ഡെസിമൽ ഫ്രാക്ഷൻ എന്തായിരുന്നു? The fractions in which the denominators are 10, 100, 1000 etc. are known as decimal fraction ഇല്ലേ. 10, അതുപോലെ തന്നെ 100, അതുപോലെ തന്നെ 1000, ഇതൊക്കെ ഡിനോമിനേറ്റർ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെയാണ് നമ്മൾ ഡെസിമൽ ഫ്രാക്ഷൻ എന്ന് വിളിച്ചത്. 10 ഡെസിമൽ ആയിട്ട് വരുന്ന ഫ്രാക്ഷനെ നമ്മൾ പറഞ്ഞു. അതുപോലെ 100 വെച്ച് പഠിച്ചു, നമ്മൾ 1000 വെച്ച് നമ്മൾ സ്റ്റഡി ചെയ്തു. അതായിട്ട് നമ്മൾ ഡെസിമൽ എന്താന്ന് പഠിച്ചു ഇല്ലേ. The numbers expressed in decimal form are called decimal numbers or simply decimals. അതായത് നമ്മൾ നമ്പേഴ്സിനെ ഡെസിമൽ ഫോമിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡെസിമൽസ് അല്ലെങ്കിൽ ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഡെസിമൽ പ്ലേസസ് എന്താന്ന് നമ്മൾ പഠിച്ചു. ലൈക്ക് ആൻഡ് അൺലൈക്ക് ഡെസിമൽ എന്താന്ന് നോക്കി. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പയറിംഗ് ഡെസിമൽസ് നമ്മൾ പഠിച്ചു അല്ലേ. പിന്നെ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കൺവേർട്ടിംഗ് എ ഡെസിമൽ ഇൻടു എ ഫ്രാക്ഷൻ. നമുക്കൊരു ഡെസിമൽ തന്നിരുന്നാൽ അതിനെ നമ്മൾ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. ഫ്രാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പൊ ഇങ്ങനെ എഴുതിയിരുന്നാൽ 1/2, 3/4 ഇതൊക്കെ എന്താണ്? ഫ്രാക്ഷൻ അല്ലേ, ഭിന്നസംഖ്യകളാണ്. അപ്പൊ നമുക്ക് ഒരു ഡെസിമൽ തന്നേക്കുന്നു, ഒരു ദശാംശ സംഖ്യ തന്നേക്കുന്നു. ഇതിനെ നമ്മൾ ഏത് രീതിയിലോട്ട്? ഈ ഫ്രാക്ഷൻ രീതിയിലോട്ട് ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെയാണെന്നാണ് ഇനി നമ്മൾ ഇന്ന് സ്റ്റഡി ചെയ്യുന്നത്. അപ്പൊ അതിന് കുറച്ച് സ്റ്റെപ്പ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഏതൊക്കെ സ്റ്റെപ്പാന്ന് നോക്കാം. അപ്പൊ നമ്മൾ എന്തോ പഠിക്കാൻ പോകുന്നത്? കൺവേർട്ടിംഗ് എ ഡെസിമൽ ഇൻടു എ ഫ്രാക്ഷൻ. ഒരു ഡെസിമൽ തന്നാൽ അതിനെ എങ്ങനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യും? സ്റ്റെപ്പ് എന്തൊക്കെയാന്ന് നോക്കാം. സ്റ്റെപ്പ് ഫസ്റ്റ്, റൈറ്റ് ദ ഗിവൺ ഡെസിമൽ വിത്തൗട്ട് ദ ഡെസിമൽ പോയിന്റ് ആസ് ദ ന്യൂമറേറ്റർ ഓഫ് ദ ഫ്രാക്ഷൻ. നമുക്കൊരു ഡെസിമലിനെ ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ തന്നാൽ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ ഡെസിമൽ നമ്പറിനെ നമ്മൾ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആ സംഖ്യ മാത്രം നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് എഴുതുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഡെസിമൽ പോയിന്റ് മാറ്റി ആ സംഖ്യയെ നമ്മൾ അതുപോലെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതുക. പോയിന്റ് ഇടരുത്, പോയിന്റ് അങ്ങ് മാറ്റണം. സെക്കൻഡ് സ്റ്റെപ്പ്, ഇൻ ദ ഡിനോമിനേറ്റർ റൈറ്റ് 1 followed by as many zeros as there are decimal places in the given decimal. അപ്പോൾ നമ്മൾ നോക്കണം ഡെസിമലിൽ 0 വെച്ചിട്ട് അല്ലെങ്കിൽ ഓരോ പോയിന്റിന് അപ്പുറം വരുന്ന സംഖ്യകൾ എത്ര എണ്ണം ഉണ്ട്. ഇപ്പോൾ ഒരു സംഖ്യ ഇപ്പോൾ 0.1 ആണെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്റർ 10 ആയിരിക്കും. കാരണം പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യയുള്ളൂ. അപ്പോൾ 0.25 ആണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയുണ്ട്. അപ്പോൾ നമ്മുടെ ഡിനോമിനേറ്റർ 100 ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ ഉണ്ടെങ്കിൽ നമ്മുടെ
ഡിനോമിനേറ്റർ 1000 ആയി. ഞാൻ പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യകൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിൽ ഡിനോമിനേറ്റർ നമ്മൾ എത്രയാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ന്യൂമറേറ്ററുമായി ഡിനോമിനേറ്ററുമായി. ഇനി അതിന് എന്ത് ചെയ്യണം? കൺവേർട്ട് എബോവ് ഫ്രാക്ഷൻ ഇൻ ദ സിംപ്ലസ്റ്റ് ഫോം. അപ്പൊ തന്നെ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടി. പിന്നെ നമ്മൾ അത് സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്താൽ മതി. വളരെ എളുപ്പമാണ്. അപ്പൊ സ്റ്റെപ്പ് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായോ? ആയോ? ഓക്കെ, ഇനി നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. 4x4 എന്ന് പറയുന്ന ഡെസിമൽ തന്നിരിക്കുന്നു. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ? കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസിമൽ ഇൻടു എ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് സിംപ്ലസ്റ്റ് ഫോം. ഇതിനെ നമ്മൾ ഫ്രാക്ഷന്റെ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യുക. ഈ ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റും. ഈ ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച സ്റ്റെപ്പ് ഓർക്കണം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവായിരുന്നു? ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് ആ നമ്പറിനെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതുക. അപ്പൊ ഡെസിമൽ പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഇതാണ് ഡെസിമൽ പോയിന്റ്. അപ്പൊ ഈ പോയിന്റ് മാറ്റി ഈ ന്യൂമറേറ്റർ അതുപോലെ ഈ നമ്പറിനെ നമ്മൾ അതുപോലെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതി. കണ്ടോ? ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതി. ഇനി ഡിനോമിനേറ്റർ നമ്മൾ കണ്ടുപിടിക്കണം. ഇപ്പൊ ഇവിടെ പോയിന്റ് 4 പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പറേ വരുന്നുള്ളൂ. അപ്പൊ എന്തായിരിക്കും ഡിനോമിനേറ്റർ? 10 ആയിരിക്കും ഡിനോമിനേറ്റർ. അപ്പൊ 4/10 നമുക്ക് കിട്ടി. ഇപ്പൊ ഫ്രാക്ഷൻ കിട്ടി. ഡിനോമിനേറ്ററിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇനി ഇതിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടാൽ മതിയല്ലോ. ഇത് നമ്മൾക്ക് വെട്ടിക്കളയാം. 2 5 അപ്പം 2/5. നമ്മുടെ ഈ പോയിന്റ് 4 എന്നുള്ള ഡെസിമലിനെ നമ്മൾ 2/5 എന്നുള്ള ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ആദ്യം നമുക്ക് പോയിന്റ് 4 എന്ന് പറഞ്ഞ ഒരു ഡെസിമൽ തന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറഞ്ഞു. അപ്പൊ നമുക്ക് സ്റ്റെപ്പ് അറിയാം. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? പോയിന്റ് മാറ്റി, ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് ആ നമ്പറിനെ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതുക. ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതി. അതിനുശേഷം നമുക്ക് അപ്പൊ ന്യൂമറേറ്റർ കിട്ടി. അപ്പൊ ഈ ഡിനോമിനേറ്റർ വേണമല്ലോ. എന്താന്ന് നോക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഒരു നമ്പറേ വരുന്നുള്ളെങ്കിൽ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും? 10 ആയിരിക്കും. അപ്പൊ 10 അതുപോലെ എഴുതി. അപ്പൊ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടി 4/10. ഇനി അതിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടാൽ മതി. അതിനെ വെട്ടിക്രിയേറ്റ് ചെയ്ത് ചെറുതാക്കി എഴുതുമ്പോൾ 2/5 നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ പോയിന്റ് 4 എന്ന് പറയുന്ന ഒരു ഡെസിമലിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റുന്നത് ഈ ഒരു രീതിയിലാണ്. മനസ്സിലായോ? ഡെസിമൽ തന്നാൽ അതിനെ ഫ്രാക്ഷൻ ആക്കാൻ മാറ്റുന്ന ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. പോയിന്റ് 25. പോയിന്റ് 25നെ നമ്മുടെ അടുത്ത് പറഞ്ഞേക്കുന്നു ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ. നമുക്ക് എന്തോ ചെയ്യാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഡെസിമൽ പോയിന്റ് ഒക്കെ മാറ്റിയിട്ട് 25 എന്നുള്ളതിനെ നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി. അപ്പൊ ഡിനോമിനേറ്റർ വേണമല്ലോ. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യയുണ്ട്? 2 സംഖ്യയുണ്ട്. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ഒരു സംഖ്യ വന്നപ്പോൾ 10 വന്നെങ്കിൽ 2 സംഖ്യകളുടെ എത്ര ആയിരിക്കും? 100 ആയിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? ഫ്രാക്ഷൻ കിട്ടി 25/100. ഇനി ആ 25/100നെ നമ്മൾ എന്ത് ചെയ്താൽ മതി? വെട്ടിക്രിയേറ്റ് ചെയ്ത് സിംപ്ലസ്റ്റ് ഫോം ആക്കി മാറ്റിയാൽ മതി. 1/4. കണ്ടോ? അപ്പൊ നമ്മുടെ ഈ പോയിന്റ് 25 എന്ന് പറയുന്ന ഡെസിമലിനെ നമ്മൾ 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആക്കി മാറ്റി. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. 0.075. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? നിങ്ങൾ പറഞ്ഞ ടീച്ചറിന്റെ ഡെസിമൽ പോയിന്റ് മാറ്റിയിട്ട് ആ സംഖ്യ അതുപോലെ എടുത്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതണം. ഡെസിമൽ പോയിന്റ് മാറ്റി 75 എടുത്ത് എഴുതി. ഇനി എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ കണ്ടുപിടിക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യ വന്നു? 3. 1 2 3. അപ്പൊ ഇവിടെ ഏതായിരിക്കും ഡിനോമിനേറ്റർ? 1000 ആയിരിക്കും. ഇനി എന്ത് ചെയ്താൽ മതി? 75/1000 എന്ന് പറയുന്ന ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. ഇനി അതിനെ എന്ത് ചെയ്താൽ മതി? സിംപ്ലസ്റ്റ് ഫോമിലോട്ട് വെട്ടിക്രിയേറ്റ് ചെയ്ത് എഴുതിയാൽ മതി. 3/2. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 0.075നെ എന്ന് പറയുന്ന ഡെസിമലിനെ നമ്മൾ 3/40 എന്ന് പറയുന്ന ഫ്രാക്ഷൻ ആക്കി മാറ്റി. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഒരു ഡെസിമൽ വന്നിട്ട് തന്നെ ഫ്രാക്ഷൻ ആക്കി മാറ്റാൻ പറഞ്ഞാൽ ആദ്യം ആ ഡെസിമൽ പോയിന്റ് മാറ്റി സംഖ്യ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. ഡിനോമിനേറ്റർ എത്രയാണോ അത് കണ്ടുപിടിച്ച് എഴുതുക. അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാക്കി എഴുതിയാൽ മാത്രം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? എങ്ങനെ ഒരു ഡെസിമലിനെ ഒരു ഫ്രാക്ഷൻ ആക്കി കൺവേർട്ട് ചെയ്യാൻ മനസ്സിലായല്ലോ. ഇനി അടുത്ത നമുക്ക് ചെയ്യണം എന്ന് വെച്ചാൽ കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഡെസിമൽ ആസ് എ മിക്സഡ് ഫ്രാക്ഷൻ. നമുക്ക് ഒരു ഡെസിമൽ തന്നിരുന്നാൽ അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ മിക്സഡ് ഫ്രാക്ഷൻ ഒക്കെ പഠിച്ചായിരുന്നു. അതെന്താന്ന് നോക്കണം. എന്താ മിക്സഡ് ഫ്രാക്ഷൻ? ഒരു ഹോൾ നമ്പറിൽ കാണും, ഒരു ഫ്രാക്ഷനും കാണും. ഇതാണ് ഹോൾ നമ്പർ, ഇത് ഫ്രാക്ഷൻ. അപ്പൊ ഇങ്ങനെയുള്ള ഫ്രാക്ഷനാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിക്സഡ് ഫ്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ നമുക്കൊരു ഡെസിമൽ തന്നാൽ, ഇപ്പൊ എക്സാമ്പിൾ
7.2 എന്ന് പറയുന്ന ഡെസിമൽ തന്നിട്ട് നമ്മൾ അതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഒരു രീതിയിൽ മാറ്റി എഴുതണം. ഒരു ഹോൾ നമ്പറിൽ നമുക്ക് ആൻസർ കിട്ടണം, ഒരു ഫ്രാക്ഷൻ കിട്ടണം. ഈ ഒരു രീതിയിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇനി നമുക്ക് അത് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 7.5. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുക, ഇതിനെ കൺവേർട്ട് ചെയ്യുക എന്തിലോട്ട്, മിക്സഡ് ഫ്രാക്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നേരത്തെ പറഞ്ഞതുപോലെ ഡെസിമൽ പോയിന്റ് മാറ്റി ആ സംഖ്യകളെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക. എഴുതി 7.5നെ ഈ ഡെസിമൽ പോയിന്റ് മാറ്റി 75 എന്ന് എഴുതി. ഈ പോയിന്റിന് ശേഷം എത്ര സംഖ്യയുണ്ട്, ഒരു സംഖ്യയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ എന്തായിരിക്കും, ഒരു സംഖ്യ ഉണ്ടെങ്കിൽ 10 ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ടൊക്കെ മാറ്റണം. അതായത് 75നെ 10 കൊണ്ട് നമുക്ക് വെട്ടിക്രിയ എഴുതി കൂടെ. അപ്പൊ നമുക്ക് 15/12 എന്ന് ആൻസർ കിട്ടും. 15/2 15/12 അല്ല 15/2 എന്ന് കിട്ടി. ഇനി നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ കൺവേർട്ട് ചെയ്യുന്ന രീതി നമ്മൾ പഠിച്ചതാ. ഇനി എന്ത് എഴുതാൻ മതി, ഈ 15നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 40. അപ്പൊ നമുക്ക് 7 കിട്ടി, 7 ക്വോഷ്യന്റ് 1 റിമൈൻഡർ 2. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇനി ഇതിനെ ഇങ്ങോട്ടോട്ട് പ്ലേസ് ചെയ്താൽ മതി. മിക്സഡ് ഫ്രാക്ഷൻ ഇതൊക്കെ നമ്മൾ നല്ലപോലെ പഠിച്ചതാണ്. 7 നമ്മൾ അതുപോലെ ഇവിടെ എടുത്ത് എഴുതി. നമ്മുടെ റിമൈൻഡർ 1 ആണ് നമ്മുടെ ന്യൂമറേറ്റർ, 2 ആണ് നമ്മുടെ ഡിനോമിനേറ്റർ. അപ്പൊ നമുക്ക് ആൻസർ എത്ര വന്നു, 7 1/2 എന്ന് പറയുന്ന മിക്സഡ് ഫ്രാക്ഷൻ നമുക്ക് കിട്ടി. അപ്പൊ 7.5 എന്ന് പറയുന്ന ഒരു ഡെസിമൽ തന്നിട്ട് അതിനെ നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ചെയ്യേണ്ടത്. ആദ്യം ഡെസിമൽ പോയിന്റ് മാറ്റി ആ സംഖ്യ എടുത്ത് ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, ഡിനോമിനേറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അതിന്റെ സിംപ്ലസ്റ്റ് ഫോം കണ്ടിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ആക്കിയിട്ട് ആൻസർ അതുപോലെ എടുത്ത് എഴുതുക. റിമൈൻഡർ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, 2 നമ്മുടെ ഡിനോമിനേറ്റർ കോമൺ അതുപോലെ എടുത്ത് എഴുതുക. ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ക്ലിയർ ആയോ? ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, 13.25. ഈ 13.25 എന്ന് പറയുന്ന ഡെസിമൽ വന്നിട്ട് അതിനെ നമ്മൾ എന്താക്കി മാറ്റാൻ പറഞ്ഞേക്കുന്നു, നമ്മുടെ എന്താക്കി മാറ്റണം, മിക്സഡ് ഫ്രാക്ഷൻ ആക്കി അതിനെ കൺവേർട്ട് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, നിങ്ങൾ പറഞ്ഞു തന്നെ, ഡെസിമൽ പോയിന്റ് മാറ്റി ആ സംഖ്യ നമ്മൾ എന്തായിട്ട് എടുത്ത് എഴുതുക, ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് എഴുതുക. കണ്ടോ, എഴുതി 1325 ആക്കി. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ എടുക്കുന്നു ഇല്ലേ, അപ്പൊ നമ്മുടെ ഡിനോമിനേറ്റർ എത്ര ആയിരിക്കും, 100 ആയിരിക്കും. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഈ 1325നെ 100 കൊണ്ട് എന്ത് ചെയ്താൽ മതി, സിംപ്ലസ്റ്റ് ഫോം ആക്കണം. ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ ചെറുതാക്കുമ്പോൾ നമുക്ക് 53/4 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇതിനെ മിക്സഡ് ഫ്രാക്ഷനിലേക്ക് മാറ്റി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ 53യെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, എന്തുകൊണ്ട് ഈ 53യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് ആൻസർ 13 വരും, റിമൈൻഡർ 1 വരും. ആ 1 അതുപോലെ എഴുതി, നമ്മുടെ ഡിനോമിനേറ്റർ 4 അതുപോലെ എഴുതിയാൽ മതി. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കണം. കാരണം 53യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ക്വോഷ്യന്റ് കിട്ടുന്നത് 13 ആണ്. ആ 13 അതുപോലെ ഇവിടെ എടുത്ത് എഴുതി, റിമൈൻഡർ നമുക്ക് 1 വരും. ആ 1 ന്യൂമറേറ്റർ ആയിട്ട് എഴുതി, നമ്മുടെ കോമൺ ഡിനോമിനേറ്റർ അതുപോലെ തന്നെ 4 എഴുതി വെച്ചു. അപ്പൊ എങ്ങനെയാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷനോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ആദ്യം തന്നേക്കുന്ന സംഖ്യയുടെ ഡെസിമൽ പോയിന്റ് മാറ്റി ആ സംഖ്യ അതുപോലെ ന്യൂമറേറ്റർ ആയിട്ട് എടുത്ത് എഴുതുക. ഡിനോമിനേറ്റർ നോക്കുക, പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 100 ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 10 ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 100 ആയിരിക്കും. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 1000 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ കിട്ടി. പിന്നെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് അതിനെ കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം ആ കിട്ടുന്ന ഫ്രാക്ഷനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് ക്വോഷ്യന്റ് എടുത്ത് എഴുതി, നമ്മുടെ റിമൈൻഡർ 1 ന്യൂമറേറ്റർ ആയിട്ട് എഴുതി, ഡിനോമിനേറ്റർ 4 കോമൺ അതുപോലെ എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം, 1000ന്റെ ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കിക്കേ, 6.375. അപ്പൊ ഇതിനെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ആ ഡെസിമൽ പോയിന്റ് മാറ്റി ആ സംഖ്യകള് ന്യൂമറേറ്റർ ആയിട്ട് എടുത്തെഴുതി. ഇനി പോയിന്റ് എഴുതിയിട്ട് 3 സംഖ്യ വന്നതുകൊണ്ട് നമ്മുടെ ഡിനോമിനേറ്റർ എത്ര ആയിരിക്കും, 1000 ആയിരിക്കും. അപ്പൊ നമുക്ക് ഫ്രാക്ഷൻ കിട്ടി. ഇനി ഇതിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട്
കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് 51 ഡിവൈഡഡ് ബൈ 8 എന്ന് കിട്ടും. ഇനി 51 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് നോക്കിയാൽ മതി. 51 ഡിവൈഡഡ് ബൈ 8. അപ്പോൾ നമുക്ക് എത്ര വരും ആൻസർ? നമുക്ക് 6 വരും. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ 6 അതുപോലെ എടുത്ത് എഴുതി. നമുക്ക് കിട്ടിയ റിമൈൻഡർ നമ്മുടെ ന്യൂമറേറ്റർ ആണ്, നമ്മുടെ ഡിനോമിനേറ്റർ 8 കോമൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ മിക്സഡ് ഫ്രാക്ഷൻ ആക്കി ഒരു ഡെസിമലിനെ കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? ഇനി അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ എങ്ങനെ ഡെസിമൽ ആക്കാം. ഇത്രയും കാലം നമ്മൾ പഠിച്ചത് ഡെസിമൽ വന്നിട്ട് അതിനെ ഫ്രാക്ഷൻ ആക്കാനും മിക്സഡ് ഫ്രാക്ഷൻ ആക്കാനും ആയിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് നമുക്കൊരു ഫ്രാക്ഷൻ തരും, അതിനെ നമ്മൾ ഡെസിമൽ ആക്കി മാറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, 17/10. ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ തന്നു. ഇതിനെ നമ്മൾ എങ്ങനെ ഡെസിമൽ ആക്കി മാറ്റും? എങ്ങനെ മാറ്റാം? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? 1 നമ്മൾ വെളിയിലെടുത്തു, 7 ന്യൂമറേറ്റർ അതുപോലെ തന്നെ എഴുതി, 10 ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി. നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ ആയി മാറിയിട്ടില്ലേ? അപ്പൊ മിക്സഡ് ഫ്രാക്ഷനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി 1 പ്ലസ് ഇതിനെ നമ്മൾ മാറ്റുക, അതായത് 7/10 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.7 കിട്ടും. ഓക്കെ, 7/10 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 0.7 കിട്ടും. ഇനി 1 പ്ലസ് 0.7 ചെയ്യുമ്പോൾ 1.7 എന്ന് ആൻസർ കിട്ടി. കണ്ടോ, ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഈ ഒരു ഡെസിമൽ രൂപത്തിലാക്കി മാറ്റി. അത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1 പുറത്തെടുക്കുക, 7/10 7 ന്യൂമറേറ്റർ അതുപോലെ എഴുതി, 10 ഡിനോമിനേറ്റർ അതുപോലെ എഴുതി. നമ്മൾ പ്ലസ് ചെയ്യാം. മിക്സഡ് ഫ്രാക്ഷനെ പ്ലസ് ചെയ്താലും നമ്മൾ പഠിച്ചതാണ്. 1 പ്ലസ് 7/10 7/10 നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ 0.7 എന്ന ആൻസർ വരും. ഇനി 1 ഉം 0.7 കൂടെ ചെയ്യുമ്പോൾ നമുക്ക് 1.7 എന്ന് ആൻസർ കിട്ടും. ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ ഫോമിലാക്കി മാറ്റി. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ 239 ഡിവൈഡഡ് ബൈ 100. ഇങ്ങനെ ഫ്രാക്ഷൻ തന്നിട്ട് ഇതിനെ നമ്മൾ ഡെസിമലിലോട്ട് ആക്കാൻ പറഞ്ഞേക്കുക. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? 2 എന്ന് വെളിയിലെടുത്തു, 39 അതുപോലെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതി, 100 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. ഇനി നമ്മൾ എന്താ പ്ലസ് ചെയ്യുന്ന ആദ്യം പറഞ്ഞില്ലേ? 2 പ്ലസ് 39 ഡിവൈഡഡ് ബൈ 100. ഈ 39 ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ നമുക്ക് എത്ര ആയിരിക്കും ആൻസർ വരുന്നത്? 2 പ്ലസ് എത്ര? 0.39 വരും. ഓക്കെ, അപ്പൊ ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് 2.39 ആയിരിക്കും നമുക്ക് കിട്ടുന്ന ആൻസർ. 2.39. ഇപ്പൊ ഇതെങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്തത്? അത് നമ്മൾ രണ്ടിനെയും വെളിയിലെടുത്തു, 39 ന്യൂമറേറ്റർ ആയിട്ട് അതുപോലെ തന്നെ എഴുതി, 100 ഡിനോമിനേറ്റർ ആയിട്ട് എഴുതി. ഇനി മിക്സഡ് ഫ്രാക്ഷൻ പ്ലസ് ചെയ്യുന്നത് പ്ലസ് 39 ഡിവൈഡഡ് ബൈ 100 2 അതുപോലെ ഇട്ടു. ഈ 39 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമുക്ക് 0.39 കിട്ടും. അപ്പൊ നമ്മൾ ഇനി 2 പ്ലസ് 0.39 ചെയ്യുമ്പോൾ നമുക്ക് 2.39 ആൻസർ കിട്ടും. അപ്പൊ ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഈ ഒരു ഡെസിമൽ രൂപത്തിലാക്കി കൺവേർട്ട് ചെയ്യും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ ചെയ്യാം. 1000. ഓക്കെ, അതായത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 3001 ഡിവൈഡഡ് ബൈ 1000. അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 3 അതുപോലെ എടുത്തു എഴുതി. ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ഇടുന്നില്ല, 1 മാത്രം അതുപോലെ ഇട്ടു, 1000 നമ്മൾ അതുപോലെ ഇട്ടു. പിന്നെ നമുക്ക് അറിയാം എന്താ? 3 പ്ലസ് 1/1000 എന്ന് നമുക്ക് എഴുതാം. ഈ 1/1000നെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ആയിരിക്കും ആൻസർ വരുന്നത്? 0.001 എന്ന് വരും. ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്താൽ മതി. 3 പ്ലസ് 0.001 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 3.001 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ഈ ഒരു ഡെസിമൽ ആക്കി മാറ്റി. അതായത് ആദ്യം ഇവിടെ 0 ആയതുകൊണ്ട് അത് നമ്മൾ എടുത്തില്ല, 1 മാത്രം ന്യൂമറേറ്റർ ആയിട്ട് എഴുതി, 1000 ഡിനോമിനേറ്റർ ആയിട്ട് അതുപോലെ എഴുതി. ഇപ്പൊ പ്ലസ് 1/1000. 1/1000 ചെയ്യുമ്പോൾ നമുക്ക് 0.001 എന്ന് വരും. പിന്നെ നമ്മൾ ഈ കിടക്കുന്ന 3ന്റെ കൂടെ ഈ 0.001 ആഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 3.001. അപ്പൊ ഈ ഒരു ഡെസിമലിനെ നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ നമ്മൾ ഡെസിമൽ രൂപത്തിലോട്ട് കൺവേർട്ട് ചെയ്യും.
ഓക്കെ, പിന്നെ നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. അതായത് ഒരു ഡെസിമൽ വന്നിട്ട് അതിനെ മിക്സഡ് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനും ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യാനും പഠിച്ചു. ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിനെ ഡെസിമലിലോട്ട് മാറ്റുന്നത് എങ്ങനെയാണെന്നും പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? പിന്നെ പേജ് നമ്പർ 118 എടുത്തേ. അതിൽ എക്സസൈസ് 7B ആദ്യത്തെ കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻടു എ ഫ്രാക്ഷൻ ഇൻ ഇറ്റ്സ് സിംപിളസ്റ്റ് ഫോം. അപ്പൊ അതിൽ കിടക്കുന്ന 8 ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അടുത്തത് കൺവേർട്ട് ഈച്ച് ഓഫ് ദ ഫോളോയിങ് എ മിക്സഡ് ഫ്രാക്ഷൻ, അതിൽ കിടക്കുന്നതും ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. അതിനുശേഷം അതിന്റെ താഴെ കിടക്കുന്ന 17, 12, 19, 20 ഇത്രയും ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്നത് ഓപ്പറേഷൻ ഓൺ ഡെസിമൽസ് ആണ്. അപ്പൊ നമ്മൾ കൺവേർട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇനി ഓപ്പറേഷൻ ഓൺ ഡെസിമൽസ്. ഓക്കെ, ഓപ്പറേഷൻ ഓൺ ഡെസിമൽസിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് അഡീഷൻ ആണ്. എന്താണ് അഡീഷൻ? അഡീഷൻ ഓൺ ഡെസിമൽ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ കുറെ മെത്തേഡും സ്റ്റെപ്പും ഒക്കെ ഉണ്ട്. അപ്പൊ അഡീഷൻ ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് കൺവേർട്ട് ദ ഗിവൺ ഡെസിമൽ ഇൻടു ലൈക്ക് ഡെസിമൽ. ലൈക്ക് ഡെസിമൽ അൺലൈക്ക് ഡെസിമൽ നമ്മൾ പഠിച്ചതാണ്. ഒരു ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് വരുന്ന സംഖ്യകൾ ഇപ്പം 1, ഇവിടെ 2, അടുത്തൊരു എഴുതി. അപ്പൊ ഇത് ലൈക്ക് ഡെസിമൽ ആണ് അൺലൈക്ക് ഡെസിമൽ ആണ്. ഇത്രയും തന്നാൽ ഇത് അൺലൈക്ക് ഡെസിമൽ ആണ്. കാരണം ഇവിടുത്തെ ഇവിടെ ഡെസിമൽ പ്ലേസ് ഇവിടെ 2, ഇവിടെ 2, പക്ഷെ ഇവിടെ 1 ഉള്ളൂ. അപ്പൊ ഇത് അൺലൈക്ക് ഡെസിമൽ. അപ്പൊ ഡെസിമൽ പ്ലേസ് സെയിം ആയിട്ടുള്ളതാണ് ലൈക്ക് ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ തന്നേക്കുന്ന ഡെസിമൽ ലൈക്ക് ഡെസിമൽ ആണോ അൺലൈക്ക് ഡെസിമൽ ആണോ എന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക. എന്താണ് ലൈക്ക് ഡെസിമൽ അല്ലെങ്കിൽ നമ്മൾ അതിനെ ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റുക. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ പിന്നെ അതിനെ അഡീഷൻ ചെയ്യുന്നത്. ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ഓക്കെ, അടുത്ത സെക്കൻഡ് സ്റ്റെപ്പ് റൈറ്റ് ദ അഡൻസ് ഓൺ അണ്ടർ the other in column from keeping the decimal point of all the addends in the same column and the digit of the same place in the same column. അങ്ങനെ കുറെ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുറച്ച് പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. അപ്പോൾ ആദ്യം നമുക്ക് തന്നേക്കുന്ന ക്വസ്റ്റ്യൻ ആഡ് 27.8 46 175.09 and 685.7. ഇത്രയും സംഖ്യകൾ നമുക്ക് തന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കും. ഇത്രയും ഡെസിമൽ നമുക്ക് തന്നിട്ട് ആഡ് ചെയ്യാൻ പറഞ്ഞേക്കുവാണ്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ സംഖ്യകളെ ഇങ്ങനെ എടുത്തെഴുതുക. 27.8 എഴുതി. ഇനി ഈ ഓരോ സംഖ്യകളുടെയും പോയിന്റ് വരുന്നത് ഈ കറക്റ്റ് പോയിന്റിന് താഴെ തന്നെ വേണം ബാക്കി എല്ലാ സംഖ്യകളുടെയും പോയിന്റ് വരാൻ. ഇപ്പൊ നമ്മൾ 46 എഴുതുക. 46 എഴുതി, പക്ഷേ പോയിന്റ് എഴുതി 46 സംഖ്യ ഉണ്ടോ? ഇല്ല. നമ്മൾ എന്തിട്ട് കൊടുക്കണം? ഒരു 0 ഇട്ട് കൊടുത്ത് ഇതിന്റെ കൂടെ സെയിം ആക്കണം. അപ്പൊ ഇത് നമുക്ക് തന്നേക്കുന്നത് അൺലൈക്ക് ഡെസിമൽ ആയിരുന്നു. ആ അൺലൈക്ക് ഡെസിമലിനെ എല്ലാം നമ്മൾ ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റി 0 ചേർത്ത് ഡെസിമൽ പ്ലേസ് ഈക്വൽ ആക്കി ലൈക്ക് ഡെസിമൽ ആക്കി മാറ്റി. ഇനി ഇതിനെ ആഡ് ചെയ്യാൻ എളുപ്പമല്ലേ? 009 8 1 പോയിന്റ് അതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കാം. ഇവിടെ നമ്മൾ ഇനി ആഡ് ചെയ്യണം. എത്രയാണ്? ഇനി ഇതിനെ നമ്മൾ ആഡ് ചെയ്താൽ മതി. 009 15 5 എഴുതി റിമൈൻഡർ 1. ഇവിടെ നമ്മൾ നോക്കുക, നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 23 4 അല്ലേ? 5 തവണ ചേർത്തുള്ള 4 വരും. എത്രയാണ്? 3 9. ഇതെല്ലാം നമ്മൾ പരസ്പരം ആഡ് ചെയ്യുന്ന സാധാരണ കൂട്ടത്തില്ലേ അഡീഷൻ, അതുപോലെ ചെയ്തു പോയാൽ മതി. പോയിന്റ് ഇപ്പുറം കിടക്കുന്ന സംഖ്യകളെല്ലാം ആദ്യം ആഡ് ചെയ്യുക. പോയിന്റ് അതുപോലെ തന്നെ നേരെ ഇടുക. അതിനുശേഷം ഇപ്പുറത്ത് കിടക്കുന്ന സംഖ്യകൾ തമ്മിൽ ആഡ് ചെയ്യുക. റിമൈൻഡർ ഒക്കെ അങ്ങോട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ചെയ്യുന്ന രീതിയിൽ തന്നെ ഇടുക. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെസിമലിന്റെ അഡീഷൻ ചെയ്യുന്നത്. ആദ്യം തന്നിരിക്കുന്ന ഡെസിമല് ലൈക്ക് ആണോ അൺലൈക്ക് ആണോ നോക്കുക. ലൈക്ക് അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ 0 ചേർത്തിട്ട് അതായത് ഡെസിമൽ പ്ലേസ് ഈക്വൽ ആക്കി കൊടുക്കുക. കൊടുത്തിട്ട് അതിനെ എല്ലാം കൂടെ പോയിന്റ് എല്ലാത്തിന്റെയും കറക്റ്റ് തന്നെ വരണം. എന്നിട്ട് അപ്പുറം ഇപ്പുറം കിടക്കുന്ന നമ്പേഴ്സിനെ ആഡ് ചെയ്യുക. നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. നമുക്ക് തന്നെ ക്വസ്റ്റ്യൻ 67.25 249 8.785 9.8 0.23 അപ്പൊ ഇങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ അഡീഷൻ ചെയ്യും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് എന്താണ്. ഇതൊരു ലൈക്ക്
ഡെസിമൽ അല്ല, അൺലൈക്ക് ഡെസിമൽ അല്ല. കാരണം ഇവിടെ ഡെസിമൽ പോയിന്റ് 2, ഇവിടെ ഡെസിമൽ പോയിന്റ് ഒന്നുമില്ല, ഇവിടെ 3. അപ്പൊ ഇതിനെല്ലാം നമ്മൾ ആദ്യം കറക്റ്റ് ആക്കി മാറ്റും. അപ്പൊ നമ്മൾ ആദ്യം ഈ സംഖ്യ 70 ആദ്യം നമ്മൾ 67.251 എഴുതി. അടുത്ത സംഖ്യ എഴുതുമ്പം കണ്ട 249. ഇങ്ങോട്ട് ഡെസിമൽ പോയിന്റ് ഇല്ല, അപ്പൊ നമ്മളത് ഇട്ടു. ഇങ്ങോട്ട് ഈ പോയിന്റിന് ശേഷം സംഖ്യ ഇല്ല, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 0 ഇട്ട് കൊടുത്ത് കറക്റ്റ് ആക്കി മാറ്റണം, ലൈക്ക് ഡെസിമൽ ആക്കണം. അടുത്ത സംഖ്യ പോയിന്റ് എല്ലാത്തിനെയും കറക്റ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇവിടെ 8 ഉള്ളൂ, ഇവിടെ 7 8 5. അപ്പൊ നമുക്ക് വീണ്ടും മനസ്സിലായി, വീണ്ടും ഡെസിമൽ പ്ലേസ് 3 ആവണം. കാരണം ഇവിടെ 3 ഡെസിമൽ പ്ലേസ് വന്നു പോയി, 1 2 3 3 നമ്പർ വന്നു പോയി. അതുകൊണ്ട് മോളിലല്ല 3 നമ്പർ തന്നെ വരണം. അതുകൊണ്ട് 0 ഇട്ട് കൊടുത്താൽ മതി അവിടെ എല്ലാം. നെക്സ്റ്റ് അടുത്ത സംഖ്യ നമ്മൾ നോക്കുന്നു 9.8. ഇവിടെ നമ്മൾ 0 ഇട്ട് കൊടുക്കുന്നു. അടുത്ത പോയിന്റ് 0 2 3. ഇനി ഈ സംഖ്യ നമ്മൾ എന്ത് ചെയ്താൽ മതി? സാധാരണ നമ്മൾ ആഡ് ചെയ്യുന്നവർക്ക് ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 335.600651 എന്നായിരിക്കും. അങ്ങനെ എളുപ്പമാണ് അഡീഷൻ. ഡെസിമലിന്റെ അഡീഷൻ എളുപ്പമാണ്, കാരണം ലൈക്ക് 0 ചേർത്ത് കൊടുത്ത് എത്ര പ്ലേസ് ഡെസിമൽ പ്ലേസ് എത്ര എണ്ണം ഉണ്ടോ അതിപ്പോ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. ഈ ഒരു ഡെസിമൽ എടുക്കുമ്പോൾ 3 ഡെസിമൽ പോയിന്റ് ഉണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കണം ബാക്കി എല്ലാ ക്വസ്റ്റ്യനും എന്താ മാക്സിമം 3 ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ അങ്ങനെ ഡെസിമൽ പോയിന്റ് അല്ല ഡെസിമൽ പ്ലേസ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഡെസിമൽ പ്ലേസ് വരാത്തതെല്ലാം നമ്മൾ 0 ഇട്ടതൊക്കെ ബാലൻസ് ചെയ്ത് പോയാൽ മതി. ഓക്കെ, ഈ ഒരു രീതിയിലാണ് നമ്മൾ ഡെസിമൽസിന്റെ അഡീഷൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ പേജ് നമ്പർ എക്സസൈസ് 7C എടുക്കുക. അതിൻ്റെ അകത്തുള്ള ആദ്യത്തെ 4 ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്ത് ടീച്ചറിന് സെൻഡ് ചെയ്യുക. അപ്പൊ ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രോബ്ലംസും കൂടെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് സബ്ട്രാക്ഷനും കൂടെ ആകുമ്പോഴത്തേനും ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആവും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റഡി ചെയ്യാം. ഓക്കെ, ഇന്ന് പറഞ്ഞ ഹോംവർക്ക് ടീച്ചറിന് ചെയ്ത് അയച്ചു തരണം. അതുപോലെ തന്നെ ഇതിൽ കുറേ പ്രോബ്ലംസ് ഉണ്ട്, അത് നിങ്ങൾ ചെയ്ത് പഠിക്കണം കേട്ടോ. എത്രമാത്രം പ്രോബ്ലംസ് നമ്മൾ ചെയ്ത് പഠിക്കുന്നോ അത്രമാത്രം നമുക്ക് ആ ഒരു മാത്സ് നമുക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ചെയ്ത് പഠിക്കുക, ടെക്സ്റ്റിൽ തരുന്ന ഹോംവർക്കുകൾ ചെയ്യുക. അതിൽ കൂടുതൽ പ്രോബ്ലംസ് ടെക്സ്റ്റിൽ കിടപ്പുണ്ട്, അത് നിങ്ങൾ തനിയെ ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ ചെയ്ത് പഠിക്കുക മാത്സ്. ഓക്കെ, അപ്പം നമ്മൾ ഹോംവർക്ക് എല്ലാം ചെയ്ത് ടീച്ചർ അയച്ചു തരണം. നിങ്ങൾ പഠിക്കുകയും വേണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നമുക്ക് ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. കമ്പ്യൂട്ടർ പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ കമ്പ്യൂട്ടറിൽ ലെസൺ 4 ഇൻട്രൊഡക്ഷൻ ടു മൈക്രോസോഫ്റ്റ് എക്സൽ പഠിച്ചു. അതിൽ പേജ് നമ്പർ 38 വർക്ക്ഷീറ്റ് ആൻഡ് വർക്ക് ബുക്കാണ് നമ്മൾ പഠിക്കാൻ പഠിക്കാനുള്ളത്. എന്താണ് വർക്ക്ഷീറ്റ് ആൻഡ് വർക്ക് ബുക്ക്? A worksheet is the area in which you do all the work. നിങ്ങൾ എല്ലാ ജോലികളും ചെയ്യുന്ന മേഖലയാണ് വർക്ക്ഷീറ്റ്. നിങ്ങൾ എല്ലാ ജോലികളും ചെയ്യുന്ന മേഖലയാണെന്ന് പറയുന്നത് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. A worksheet is the area in which you do all the work. You can enter and edit data in a worksheet. You can enter and edit data in a worksheet. നിങ്ങൾ ഒരു വർക്ക്ഷീറ്റ് ഡേറ്റ നൽകുകയും എഡിറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. നിങ്ങൾക്ക് വർക്ക്ഷീറ്റിൽ ഒരു ഡേറ്റ നൽകാൻ കഴിയുകയും അത് എഡിറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. വർക്ക്ഷീറ്റിൽ ഒരു ഡേറ്റ നൽകാൻ കഴിയുകയും അതുപോലെ അത് എഡിറ്റ് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓക്കെ, ഇൻഡിവിജ്വൽ വർക്ക്ഷീറ്റ് when combined together are referred to as a workbook. Individual worksheet when combined together are referred to as a workbook. അതായത് വ്യക്തിഗത വർക്ക്ഷീറ്റ് ഒരുമിച്ച് ചേർക്കുമ്പോൾ ഒരു വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നു. വ്യക്തിഗതമായ ഒരു വർക്ക്ഷീറ്റ് ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിനെ എന്ന് പറയുന്നത് വർക്ക്ഷീറ്റ് എന്ന് വിളിക്കുന്നു, വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നു. വ്യക്തിഗതമായ ഒരു വർക്ക്ഷീറ്റ് ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിനെ വർക്ക് ബുക്ക് എന്ന് വിളിക്കുന്നു. വ്യക്തിഗതമായ ഒരു വർക്ക്ഷീറ്റ് ഒരുമിച്ച് ചേർക്കുമ്പോൾ അതിനെ എന്താ പറയുന്നത്? വർക്ക് ബുക്ക് എന്ന് പറയുന്നു അല്ലെങ്കിൽ വിളിക്കുന്നു. ഓക്കെ, by default each workbook in Excel contains 3 worksheets. By default each workbook in Excel contains 3 worksheets. അതായത് എക്സലിലെ ഓരോ വർക്ക് ബുക്കും 3 വർക്ക്ഷീറ്റുകൾ അടങ്ങിയിരിക്കുന്നു.
സ്ഥിരസ്ഥിതിയായി ഓരോ വർക്ക്ഷീറ്റിലെ 3 വർക്ക്ബുക്കുകളും 3 വർക്ക്ഷീറ്റുകൾ അടങ്ങിയിരിക്കുന്നു. സ്ഥിരസ്ഥിതിയായി ഓരോ വർക്ക്ബുക്കിലും 3 വർക്ക്ഷീറ്റുകൾ അടങ്ങിയിരിക്കുന്നു. A worksheet is divided into grid or rows and columns. The worksheet is divided into grid, row and columns. അതായത് ഗ്രിഡിലും റോ എന്ന് വെച്ചാൽ വരികളും നിരകളും ഒക്കെ ആയിട്ടൊക്കെ ആ ഒരു വർക്ക്ഷീറ്റ് അടങ്ങിയിരിക്കുന്നത്, ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അത് ഫസ്റ്റിൽ നമുക്ക് റോസ് നോക്കാം. റോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരികൾ. Each row is assigned in row numbers like 1, 2, 3 and so on. Each row is assigned in row numbers like 1, 2, 3 and so on. അതായത് ഓരോ വരികളും അക്കങ്ങളിൽ നൽകിയിരിക്കുന്നു. ഓരോ വകരങ്ങളും അതായത് ഓരോ വരികളും എന്തെങ്കിലും അക്കങ്ങളിൽ നൽകിയിരിക്കുന്നു. ഓരോ വരികളും ആ അക്കങ്ങളിലാണ് നൽകിയിരിക്കുന്നത്. ബോക്സ് നോക്കിക്കേ. ടൈറ്റിൽ ബാർ, മെനു ബാർ, മെയിൻ ബോക്സ്, formula bar, column head, active cell, column letters, vertical scroll bar, row header, row numbers, sheet tab, horizontal scroll bar, tab scroll buttons and status bar. Okay. Microsoft Excel title bar data review view page layout menu bar. അത് കഴിഞ്ഞ് നെക്സ്റ്റ് താഴെ A1 നെയിം ബോക്സ്, അതിന് തൊട്ടിപ്പുറത്തെ സ്പേസ് വരുമ്പോൾ ഫോർമുല ബാർ, പിന്നെ ABCDEFGHI എന്ന് പറഞ്ഞിരിക്കുന്നത് കോളം ഹെഡ്, അതിന് തൊട്ട് താഴത്തെ ബോക്സിൽ ആക്റ്റീവ് സെല്ല്, ബി കോളം ലെറ്റേഴ്സ്, പിന്നെ അതുപോലെ തന്നെ ലാസ്റ്റ് സൈഡിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് എടുത്തില്ല അതിന് വെർട്ടിക്കൽ സ്ക്രോൾ ബാർ, പിന്നെ നമ്പേഴ്സ് റോ ഹെഡ് 1 2 3 അല്ല റോ ഹെഡ്, റോ നമ്പേഴ്സ്, റോ ഹെഡ് ആൻഡ് റോ നമ്പേഴ്സ് ആ ബോക്സ്. ഓക്കെ. അത് കഴിഞ്ഞ് ടാബ് സ്ക്രോളിംഗ് ബട്ടൺസ്, ആ 16 എഴുതിയിരുന്ന താഴെ നമ്പർ 16 എഴുതിയിരുന്ന താഴെ ഒരു ആരോസ് കൊടുത്തിട്ട് ടാബ് സ്ക്രോളിംഗ് ബട്ടൺസ് ആണ്. പിന്നെ ഷീറ്റ് 1 ഷീറ്റ് 2 ഷീറ്റ് 3 അത് ഷീറ്റ് ടാബ് ആണ്. അതിന് തൊട്ട് ഇപ്പോഴത്തെ സ്പേസിലായിട്ട് ഹോറിസോണ്ടൽ സ്ക്രോൾ ബാർ ഉണ്ട്. അത് താഴെ റെഡി കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റസ് ബാർ. ഓക്കെ. നമ്മൾ നേരത്തെ പഠിക്കാൻ പോകുന്നത് കോളംസ് ആണ്. Each column is assigned by a column letters like A, B, C to Z, A, up to 4. അതായത് ഓരോ കോളവും A, B, C, D അങ്ങനെ Z വരെയും A, B എന്ന കോളം അക്ഷരം കൊണ്ടാണ് നൽകിയിരിക്കുന്നത്. അത് 4 വരെ, അതായത് ഓരോ കോളം A to Z വരെയും A, B വരെയും 4 4 വരെയുമാണ്. അതായത് സെൽസ്. A cell is defined as the intersections of a row and a column. This intersections gives each cell as unique address which is combination of the column letters and the row numbers. Note that these cell addresses first the column letters and the row numbers is specified. For example, B5 is the cell address referring to the cell and the intersections of column B and row 5. അതായത് സെൽസ് കോശങ്ങൾ. Cells is defined as the intersection of a row and a column. ഒരു സെല്ലിന്റെ ഒരു വരിയുടെയും നിരകളുടെ വിഭജനം എന്ന് നിർവചിച്ചിരിക്കുന്നു. ഒരു സെല്ലിനെ ഒരു വരിയുടെയും ഒരു നിരയുടെയും വിഭജനം എന്ന് നിർവചിച്ചിരിക്കുന്നു. ഓക്കെ. Intersections gives each cell a unique address which is combination of the column letters and row numbers. അതായത് ഈ കവല ഓരോ സെല്ലിനും ഓരോ ആദ്യതീയ വിലാസം നൽകുന്നു. ഈ കവല എന്ത് ചെയ്യുന്നു? ഓരോ സെല്ലിനും ഓരോ ആദ്യതീയ വിലാസം എന്ത് ചെയ്യുന്നു നൽകുന്നു. ഓരോ സെല്ലിനും ഓരോ ആദ്യതീയ വിലാസം നൽകുന്നു. ഓക്കെ. Note that between the cells address first the column letters and then the row numbers is specified. അത് കോളം അക്ഷരത്തിന്റെയും വരി നമ്പറിന്റെയും സംയോജനമാണ്. Note that is a
പിന്നെ അതുപോലെ തന്നെ സെൽ വിലാസവും ആദ്യം കോളം അക്ഷരം തുടർന്ന് വരി നമ്പർ എന്ത് ചെയ്യുന്നു വ്യക്തമാക്കുന്നു. ഉദാഹരണത്തിന് ഫോർ എക്സാമ്പിൾ B5 is the cell address referring to the cell at the intersections of column B and row 5. B5 എന്ന കോളം ബിയുടെയും 5 വരിയുടെയും കവലയിലുള്ള സെല്ലിനെ സൂചിപ്പിക്കുന്നു. B5 എന്ന കോളം ഉദാഹരണത്തിന് B5 എന്ന കോളം ബി എന്ത് ചെയ്യുന്നു കോളം ബിയുടെയും 5 വരിയുടെയും കവലയിലുള്ള സെല്ലിനെ സൂചിപ്പിക്കുന്നു. ഓക്കെ, range of cells. The range of cells also known as group of cells implies a group of cells formation a rectangular area. സെല്ലുകളുടെ ഒരു ശ്രേണി കോശങ്ങളുടെ ബ്ലോക്ക് എന്നും അറിയപ്പെടുന്നു. സെല്ലുകളുടെ ഒരു ശ്രേണി കോശങ്ങളുടെ ബ്ലോക്ക് എന്ന് അറിയപ്പെടുന്നു. ചതുരാകൃതിയിലുള്ള ഒരു പ്രദേശം ഉണ്ടാകുന്ന ഒരു കൂട്ടം സെല്ലുകളെ സൂചിപ്പിക്കുന്നു. ചതുരാകൃതിയിലുള്ള ഒരു പ്രദേശം ഉണ്ടാകുന്ന ഒരു കൂട്ടം സെല്ലുകളെ Excel indicates a range by using colon which is the range indicator. അതായത് ഒരു കോളം ഉപയോഗിച്ച് എക്സൽ ഒരു ശ്രേണി സൂചിപ്പിക്കുന്നു. ഇത് ശ്രേണിയാണ് സൂചിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ a range starting B2 till D5 is written as B2 or D5. ഇത് ശ്രേണിയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന് B2 മുതൽ D5 വരെയുള്ള ശ്രേണി B2 D5 എന്ന് എഴുതിയിരിക്കുന്നു. ഓക്കെ, നെയിം ബോക്സ് ആൻഡ് ഫോർമുല ബാർ. Name box and formula bar are located below the toolbar. Name box and formula bar located below the toolbar. അതായത് നെയിം ബോക്സും ഫോർമുല ബാറും ടൂൾ ബാറുകൾക്ക് താഴെയാണ്. നെയിം ബോക്സും ഫോർമുല ബാറും എന്താണ് ടൂൾ ബാറുകൾക്ക് താഴെയാണ്. The name box display the name of the active cell or the select range and can be used to name a range of cells. നെയിം ബോക്സും സജീവ സെല്ലിന്റെ പേര് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ശ്രേണി പ്രദർശിപ്പിക്കുന്നു. കൂടാതെ സെല്ലുകളുടെ ഒരു ശ്രേണിക്ക് പേര് നൽകാൻ ഇത് ഉപയോഗിക്കാം. നെയിം ബോക്സ് എന്ന് പറയുന്നത് സജീവ സെല്ലുകളുടെ പേര് അല്ലെങ്കിൽ തിരഞ്ഞെടുത്ത ശ്രേണിയെ പ്രദർശിപ്പിക്കുന്നു. അല്ലാതെ കൂടാതെ സെല്ലുകളുടെ ഒരു ശ്രേണിയുടെ പേര് നൽകാൻ ഇത് ഉപയോഗിക്കാം. Okay, the formula bar which is located on the right of the name box drop down പേരുള്ള പ്രദേശമാണ് നെയിം ബോക്സ് വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർമുല ബാർ. നെയിം ബോക്സിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർമുല ബാർ which is located on the right of the name box display the contents of the active cell in the worksheet. അതായത് നെയിം ബോക്സിന്റെ വലതുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഫോർമുല ബാർ വർക്ക്ഷീറ്റിലെ സജീവ സെല്ലിന് ഉള്ളടക്കങ്ങൾ പ്രദർശിപ്പിക്കുന്നു. വർക്ക്ഷീറ്റിലെ സജീവ സെല്ലിന്റെ ഉള്ളടക്കങ്ങളൊക്കെ ഇത് പ്രദർശിപ്പിക്കുന്നു. The contents can include text, numbers, formulas or functions. ഉള്ളടക്കങ്ങള് ടെക്സ്റ്റ്, അക്കങ്ങൾ, ഫോർമുലകൾ അല്ലെങ്കിൽ ഫംഗ്ഷനുകൾ എന്നിവ ഉൾപ്പെടുത്താം. ഇനി അടുത്ത ഷീറ്റ് ടാബ് ആൻഡ് ടാബ് സ്ക്രോളിംഗ് ബാർ ആണ്. ഷീറ്റ് ടാബ് is located at the bottom of the Excel application window. This tab displays the list of sheets in the current workbook. അതായത് എക്സൽ ആപ്ലിക്കേഷൻ വിൻഡോയുടെ താഴെയാണ് ഷീറ്റ് ടാബ് സ്ഥിതി ചെയ്യുന്നത്. എക്സൽ ആപ്ലിക്കേഷൻ വിൻഡോയുടെ താഴെയാണ് ഷീറ്റ് ടാബ് സ്ഥിതി ചെയ്യുന്നത്. ഈ ടാബ് നിലവിലെ വർക്ക്ഷീറ്റുകളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കുന്നു. ഈ ടാബ് എന്ത് ചെയ്യുന്നു? നിലവിലുള്ള വർക്ക്ഷീറ്റുകളുടെ ലിസ്റ്റ് പ്രദർശിപ്പിക്കുന്നു. അതായത് displays the list of worksheet the current workbook. It is also used to move from one worksheet to another within the same workbook. ഓരോ വർക്ക്ബുക്കിനുള്ളിൽ ഓരോ വർക്ക്ഷീറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ ഉപയോഗിക്കുന്നു. ഓരോ വർക്ക്ഷീറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് മാറാൻ ഉപയോഗിക്കുന്നു. The tab scrolling bar is on the left of the sheet tab. The tab scrolling bar is the left of the sheet tab. അതായത് ഷീറ്റ് ടാബിന്റെ ഇടതുവശത്താണ് ടാബ് സ്ക്രോളിംഗ് ബാർ. ടാബ് സ്ക്രോളിംഗ് ബാർ എന്ന് പറയുന്നത് ഷീറ്റ് ടാബിന്റെ ഇടതുവശത്താണ്. It allows you to scroll more quickly and easily
easily when you have many worksheets in a workbook. It allows you to scroll more quickly and easily when you have many worksheets in a workbook. അതായത് ഒരു വർക്ക്ബുക്കിൽ ധാരാളം വർക്ക്ഷീറ്റുകൾ ഉള്ളപ്പോൾ ഒരു വർക്ക്ബുക്കിൽ ധാരാളം വർക്ക്ഷീറ്റുകൾ ഉള്ളപ്പോൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും സ്ക്രോൾ ചെയ്യാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും സ്ക്രോൾ ചെയ്യാൻ ഇത് നിങ്ങളെ അനുവദിക്കുന്നു. ഓക്കെ, അടുത്തത് സ്റ്റാറ്റസ് ബാർ ആണ്. A status bar is located below the sheet tab and tab scrolling bar. A status tab is located below the sheet tab and tab scrolling bar. Sheet tabിലും tab scrolling barനും താഴെയാണ് സ്റ്റാറ്റസ് ബാർ സ്ഥിതി ചെയ്യുന്നത്. Sheet tab displays the information about selected command or an operation in progress. അതായത് അത് തിരഞ്ഞെടുത്ത ഒരു കമാൻഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പുരോഗതിയിലുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. അത് തിരഞ്ഞെടുത്ത ഒരു കമാൻഡ്സിനെ കുറിച്ചുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ പുരോഗതിയിലെ ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. ഓക്കെ, after the selection of the command, the left side of the status bar displays the command. അതായത് അല്ലെങ്കിൽ പുരോഗതിയിലുള്ള ഒരു പ്രവർത്തനത്തെ കുറിച്ചുള്ള വിവരങ്ങൾ പ്രദർശിപ്പിക്കുന്നു. കമാൻഡ് തിരഞ്ഞെടുത്തതിന് ശേഷം സ്റ്റാറ്റസ് ബാറിലെ ഇടതുവശം കമാൻഡ് പ്രദർശിപ്പിക്കുന്നു. കമാൻഡ് തിരഞ്ഞെടുത്തതിന് ശേഷം സ്റ്റാറ്റസ് ബാറിലെ ഇടതുവശത്തിന് കമാൻഡ് പ്രദർശിപ്പിക്കുന്നു. ഓക്കെ, the side of the status bar also indicated the operation that are focused like opening files, saving files and many more. The sides of the status bar also indicated the operations that are in progress like opening a file, saving a file and many more. അതായത് സ്റ്റാറ്റസ് ബാറിലെ ഈ വശം ഒരു ഫയൽ തുറക്കൽ, ഫയൽ സേവ് ചെയ്യൽ തുടങ്ങിയ മറ്റ് പലതും പോലെ പുരോഗമിക്കുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. സ്റ്റാറ്റസ് ബാറിലെ ഈ വശം ഒരു ഫയൽ തുറക്കൽ, ഫയൽ സേവ് ചെയ്യൽ തുടങ്ങി മറ്റ് പലതും പോലെ പുരോഗമിക്കുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു. ഓക്കെ, ഞാനത് സ്റ്റാറ്റസ് ബാറില് നെക്സ്റ്റ് പേജ് എടുത്തേ. അതിന്റെ ബാലൻസ് ആണ്. The right side of the status bar display the status of the keys like tabs, num and scroll. Okay, status ബാറിലെ വലതുവശത്ത് tabs, num, scroll തുടങ്ങിയ കീകളും that is indicate whether the caps lock, num lock and scroll lock are active or inactive. അതായത് caps lock, num lock, scroll എന്നിവ സജീവമാണോ നിഷ്ക്രിയമാണോ എന്നത് സൂചിപ്പിക്കുന്നു. caps lock, num lock, scroll lock എന്നിവ സജീവമാണോ അല്ലെങ്കിൽ നിഷ്ക്രിയമാണോ എന്ന് ഇത് സൂചിപ്പിക്കുന്നു. ഓക്കെ, ടീച്ചറൊക്കെ പഠിച്ച വർക്ക്ഷീറ്റ് ആൻഡ് വർക്ക് ബുക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒരു 3 times റീഡ് ചെയ്യുക. ഇത് ചെയ്യുക, നല്ലതുപോലെ മനസ്സിലായിട്ട് 3 times റീഡ് ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കുക.